ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈവ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇവിടെ ആളുകൾ 7 പേര് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ശബ്ദമോ അല്ലെങ്കിൽ വീഡിയോയോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം. എന്നെ കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതെ, എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. വ്യൂവേഴ്സിൻ്റെ നല്ല റെസ്പോൺസ് ആയാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ. പൂച്ചനല്ല, പൂച്ചനൊക്കെ അവിടെ ഇട്ടിട്ട് പോന്നു. പത്ത് പേര് എത്തിയിട്ടുണ്ട്. ആരെങ്കിലും വേഗം പറയൂ. ഐ തിങ്ക് ശരിയാണെന്ന് തോന്നുന്നില്ല. ഓക്കെയാണ്. ഓക്കെ ക്ലിയർ ആണെന്ന് പറയുന്നു. ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ 2-3 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ലൈവ് സ്ട്രീം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. നാളെ ഉണ്ടാവില്ല, അങ്ങനെ 1-2 ഗ്യാപ്പ് ഇടയ്ക്ക് വരും. ചെറിയ ചില കാര്യങ്ങളുള്ളതുകൊണ്ട് 1-2 ഗ്യാപ്പുകൾ ഇടയ്ക്ക് വരും. എന്തായാലും എന്താണ് ഇതിൽ കരകരപ്പോ ഓക്കെ. അപ്പോൾ നമുക്ക് ഇനിയും കുറച്ച് പേരൊക്കെ വരാനുണ്ടെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് 1-2 ദിവസം ഗ്യാപ്പ് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും നമ്മൾ ലൈവ് ഇങ്ങനെ തുടർന്ന് പോകാനാണ് പ്ലാൻ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ബാലശങ്കർ ആണ്. ബാലശങ്കർ എന്ന് പറയുന്നത് നമ്മൾ പോസ്റ്ററിൽ കണ്ടതുപോലെ ഡെബിയൻ ഡെവലപ്പറാണ്. അതുപോലെ തന്നെ ഗിറ്റ് ലാബ് എന്ന് പറയുന്ന ഗിറ്റ് ഹബ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ ഗിറ്റ് ലാബ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ വർക്ക് ഫ്രം ഹോം ആയിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതുപോലെ സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്ങിലൊക്കെ ആക്റ്റീവാണ്. അപ്പോൾ എന്തായാലും ഇന്ന് കുറച്ച് വിഷയങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇതിൽ ചോദിക്കാം. നമുക്കൊരു ലൈവ് സെഷനായിട്ട് ഡെവോപ്സും അതുപോലെ തന്നെ വർക്ക് ഫ്രം ഹോം നമ്മൾ കൊറോണ ആയിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ, പക്ഷേ അതിന് മുമ്പേ തുടങ്ങിയിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് സൗണ്ട് സ്ക്രാച്ച് ഉണ്ടെന്ന് പറയുന്നു. സൗണ്ടിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഓക്കെ, എന്തായാലും ഒന്ന് സെൽഫ് ഇൻട്രോ തുടങ്ങി നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ ഹായ്, മുജീബ് പറഞ്ഞ എൻ്റെ പേര് ബാലശങ്കർ. ആ പേരിലധികാരം വിളിക്കാറില്ല, ബാലു എന്നാണ് എല്ലാവരും വിളിക്കാറ്. വിളിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഭയങ്കര എളുപ്പമുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഗിറ്റ് ലാബ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഗിറ്റ് ഹബിന്റെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ടാണ് തുടങ്ങിയത്. എസെൻഷ്യലി അതുപോലത്തെ ഒരു സോഴ്സ് കോഡ് മാനേജ്മെന്റ് സർവീസ് ആയിട്ട് തുടങ്ങിയതാണ്. ഇപ്പം വേറെ കുറെ ഫീച്ചറുകളും കൂടിയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഒരു റിമോട്ട് എംപ്ലോയി ആണ്. വീട്ടിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത് കഴിഞ്ഞൊരു 3.5 കൊല്ലമായിട്ട്. പിന്നെ ഇപ്പം നല്ല സ്വതന്ത്ര സോഫ്റ്റ്വെയറിനോട് താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. കുറച്ച് കോൺട്രിബ്യൂഷൻസും ഇവാഞ്ചലിസം ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ഡെബിയൻ, മോസില്ല അങ്ങനത്തെ 1-2 പ്രൊജക്റ്റുകളിലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. നല്ല സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്ങിന്റെ ഒരു വോളണ്ടിയർ ആണ്. എറണാകുളം അങ്കമാലിക്കടുത്ത് കാലടിയാണ് സ്ഥലം. അവിടെ തന്നെ താമസിക്കുന്നു. ഇതാണ് സെൽഫ് ഇൻട്രോ. ഓക്കെ, ശരി. അപ്പോൾ നമ്മളൊന്ന് വിചാരിക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഗിറ്റ് ലാബിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഗിറ്റ് ലാബിനെ കുറിച്ച് ഒരു ജനറൽ ഇൻട്രോ തരിക. അതുപോലെ തന്നെ ഗിറ്റ് ഹബും ഗിറ്റ് ലാബും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഞാൻ ഗിറ്റ് ലാബ് യൂസ് ചെയ്യണമെങ്കിൽ അതിന് കാരണം ഉണ്ടായി? ഓക്കെ, അപ്പം github.com എന്ന് പറയുന്ന വെബ്സൈറ്റ് പലർക്കും അറിയാൻ സാധ്യതയുണ്ട്, കൂടുതൽ ആൾക്കാർക്ക് അറിയാൻ സാധ്യതയുണ്ട്. അതൊരു സോഴ്സ് കോഡ് മാനേജ്മെന്റ് വെബ്സൈറ്റ് ആണ്. നിങ്ങളുടെ കോഡിംഗ് പ്രൊജക്റ്റുകളൊക്കെ സൂക്ഷിക്കാനും അതിന്റെ പുറത്ത് വർക്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരു സർവീസ് ആയിരുന്നു ഗിറ്റ് ഹബ്. ഗിറ്റ് ഹബിന്റെ ഒരു പ്രധാന പ്രശ്നം, എന്റെ കാഴ്ചപ്പാടിന്റെ ഒരു പ്രധാന പ്രശ്നം, അത് സ്വതന്ത്ര സോഫ്റ്റ്വെയർ അല്ല. എന്നാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സർവീസിന്റെ പുറകിൽ എന്താണ് വർക്ക് ചെയ്യുന്നത്, ആ സോഫ്റ്റ്വെയറിൽ എന്താണ് ഓടുന്നതെന്ന് നമുക്കറിയാൻ ഒരു വഴിയുമില്ല. അപ്പം അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. എന്ത് സോഫ്റ്റ്വെയർ ആണ് ഞാൻ കഷ്ടപ്പെട്ട് എഴുതിയ പ്രൊജക്റ്റ് ഒക്കെ ഈ ഒരു വെബ്സൈറ്റിൽ കൊണ്ട് സ്റ്റോർ ചെയ്യുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല. അപ്പൊ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ഉണ്ടായ ഒരു പുതിയ പ്രൊജക്റ്റ് ആണ് ഗിറ്റ് ലാബ് എന്ന് പറയുന്നത്. ഗിറ്റ് ലാബിന്റെ പ്രധാന വ്യത്യാസം, ഇതൊരു ഓപ്പൺ കോർ പ്രൊഡക്റ്റ് ആണ്. ഓപ്പൺ കോർ എന്ന് പറഞ്ഞാൽ ഇതിലെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എല്ലാം സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ്. MIT ലൈസൻസിലാണ് ലഭ്യമാക്കിയിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിൽ 4 സ്വാതന്ത്ര്യങ്ങൾ കിട്ടുന്ന ലൈസൻസ് ആണ്. അത് കൂടാതെ
കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്റർപ്രൈസ് എഡിഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വലിയ വലിയ കമ്പനികൾക്കും അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ലെവലിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വേണ്ട ഫീച്ചറുകൾ പ്രൊപ്രൈറ്ററി ലൈസൻസ് ആണെങ്കിൽ പോലും സോഴ്സ് അവൈലബിൾ ആണ്. അതിന്റെ സോഴ്സ് കോഡ് നിങ്ങൾക്ക് കാണുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യാം എന്താണ് ആക്ച്വലി പുറകിൽ നടക്കുന്നതെന്ന്. നിങ്ങൾക്കിത് കോപ്പി ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ പറ്റില്ല, പക്ഷെ സോഴ്സ് അവൈലബിൾ ആണ്. അപ്പം 2 എഡിഷൻ, കമ്മ്യൂണിറ്റി എഡിഷനും എന്റർപ്രൈസ് എഡിഷനും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. പിന്നെ പൊതുവെ ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആഭിമുഖ്യം കൂടുതലുള്ള കമ്പനിയാണ്. ഇപ്പം ഫ്രീ സോഫ്റ്റ്വെയർ കമ്മ്യൂണിറ്റി ചോദിച്ച കാര്യങ്ങൾ, GitLab.com റൺ ചെയ്യുന്ന ജാവ സ്ക്രിപ്റ്റ് എല്ലാം സ്വതന്ത്രമാക്കണമെന്നൊരു റിക്വസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നു. ആക്ച്വലി അത് ഓപ്പൺ ആക്കി, റിക്വസ്റ്റ് വന്നപാടെ CEO ഒക്കെ പറഞ്ഞാണ്. അങ്ങനെ ഒരു കുറച്ചുകൂടെ റിസപ്റ്റീവ് ആണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ കമ്മ്യൂണിറ്റിയുടെ റിക്വസ്റ്റുകളോട്. അപ്പം ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കണ്ട മെച്ചപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. ഇത്തിരിയോട് ഗിറ്റ്ഹബിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് പുറകിൽ സംഭവിക്കുന്നത്, എന്ത് കോഡാണ് റൺ ചെയ്യുന്നത്. എനിക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻസോ ഫീച്ചറോ ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ അതിനൊക്കെ പറ്റും. പിന്നെ നമുക്ക് സെൽഫ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. GitLab.com ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എടുക്കാൻ, നമ്മുടെ ഒരു സെർവറിലോ എവിടെയെങ്കിലും ഓടിച്ചാൽ നമുക്ക് സ്വന്തമായിട്ടൊരു ഇൻസ്റ്റൻസ് ഓടിക്കാൻ പറ്റും. പലർക്കും അറിയായിരിക്കും git.fostcommunity.in എന്നും പറഞ്ഞ് ഞങ്ങൾ കുറച്ച് പേര് ഫ്രീ സോഫ്റ്റ്വെയർ കമ്മ്യൂണിറ്റി ഓഫ് ഇന്ത്യ റൺ ചെയ്യുന്ന ഒരു GitLab ഇൻസ്റ്റൻസ് ഉണ്ട്. അങ്ങനെ പല സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രൊജക്ടുകൾക്കും ഉണ്ട്. ബിനോം, KDE, XFCE, അങ്ങനെ പലരും സ്വന്തം GitLab ഇൻസ്റ്റൻസ് ഓടിക്കുന്നുണ്ട്. ഇതാണിപ്പം ബേസിക്കലി യൂസ് ചെയ്യുന്നത്. അപ്പം പ്രോഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതാണ്. കമ്പനിയെ പറ്റി പറയുകയാണെങ്കിൽ കമ്പനി ഒരു റിമോട്ട് ഓൺലി കമ്പനിയാണ്. ഓഫീസ് എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. ഓഫീസ് എസെൻഷ്യലി സിഇഒയുടെ വീടിന്റെ അഡ്രസ്സാണ് ഓഫീസിന്റെ അഡ്രസ്സ്. പക്ഷെ അവിടെ ആൾക്കാരൊന്നും പോവാറ് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അതൊരു മിഷൻ കൺട്രോൾ സെന്റർ ആണ്. വല്ലപ്പോഴും എക്സിക്യൂട്ടീവ്സ് പോയാലായി. ബാക്കി എല്ലാവരും സ്വന്തം വീട്ടിലിരുന്ന് അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള എവിടെയെങ്കിലും ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത്. അറൌണ്ട് 1300 എംപ്ലോയീസ് ഉണ്ട്, 60 രാജ്യങ്ങൾ, എല്ലാവരും വർക്ക് ഫ്രം ഹോം. ഇത് കമ്പനി തുടങ്ങിയ കാലം മുതൽ, ഇപ്പൊ 2012 ാണ്, കഴിഞ്ഞ 8 കൊല്ലമായിട്ട് റിമോട്ട് ഓൺലി ആയിട്ട് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. കൊറോണയും അത് കാരണമുള്ള നിർബന്ധമൊക്കെ വരുന്നതിന് മുമ്പേ റിമോട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പം അതാണ് ബേസിക്കലി GitLabനെ പറ്റിയുള്ളൊരു ചെറിയ സമ്മറി. ഓക്കെ, അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു കമ്പനി നടത്തുന്നുണ്ട്, അറിയാലോ. അപ്പോൾ ഇപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ഇപ്പോൾ രണ്ട് മാസത്തിലേറെ ആയിട്ട് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും വീട്ടിലാണ്. അപ്പോൾ ഓൺലൈൻ കോർഡിനേഷനിലൂടെയാണ് വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും ഇപ്പോൾ GitLabനെ പോലെ വലിയൊരു കമ്പനിക്ക് ഫുൾ ആയിട്ടാവുമില്ല എന്നുകൊണ്ട് ഞങ്ങൾക്ക് ആയിക്കൂടെ അങ്ങനെ തോന്നലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന വീടാണ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഒരു ഓഫീസ് സ്പേസ് എടുത്തിട്ടുണ്ട്. ഇവിടെ രജിസ്റ്റേഴ്സ് ഓഫ് ഫേമിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അല്ലാണ്ട് ഒരു വീട് അഡ്രസ്സ് എങ്ങനെ ഓഫീസായി കൊടുക്കാൻ പറ്റും? അതിന് എന്തെങ്കിലും സാങ്കേതിക വശങ്ങൾ അറിയാമോ? എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു കമ്പനി രജിസ്റ്റർ ചെയ്യാനാണെങ്കിൽ അതിന് കുറച്ച് ലീഗൽ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ അഡ്രസ്സ് ഇപ്പൊ റെസിഡൻഷ്യൽ അഡ്രസ്സ് വെക്കുന്നതിന് കുറച്ച് നിയമവശങ്ങളൊക്കെ നോക്കാനുണ്ട്. ആസ് ആൻ എംപ്ലോയി അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൺട്രാക്ട് ബേസിസിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സർവീസ് കൊടുക്കുന്ന ഒരു കോൺട്രാക്ടർ ആണ്. ആൾക്ക് എവിടെ വേണമെങ്കിൽ ഇരുന്ന് വർക്ക് ചെയ്യാം. അതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ ഒരു വീട് ഓഫീസായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ നിയമവശം നോക്കിയിട്ട് തന്നെ ചെയ്യണം. കാരണം എനിക്ക് അത്ര ഉറപ്പില്ല എന്തൊക്കെയാണ് അതിലെ കോംപ്ലിക്കേഷൻസ് എന്ന്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. കോൺട്രാക്ട് ബേസിൽ ചെയ്യുന്നവർ തന്നെ ഇതിന് സ്വയം ഒരു കമ്പനി ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്ത് കമ്പനി ടു കമ്പനി ബിസിനസ് കോൺട്രാക്ട് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പം അത് പോസിബിൾ ആണ്. പക്ഷെ ഒരു വക്കീലിനോട് ചോദിച്ചിട്ട് ചെയ്യുക. എന്താണ് റെക്കമെൻഡേഷൻ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലേക്ക് വരാം. അപ്പോൾ GitLabല് നിങ്ങൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട വർക്ക് ഏത് മേഖലയിലാണ്? ഏതൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നടന്നിരിക്കും? ഓക്കെ, GitLab ആ സോഫ്റ്റ്വെയർ ഒരു
മെജോറിറ്റി ഓഫ് സോഫ്റ്റ്വെയർ റൂബി ഓൺ റെയിൽസ് എന്ന് പറഞ്ഞ ലാംഗ്വേജിലാണ്. റൂബി ലാംഗ്വേജ് അതിന്റെ പുറത്ത് റെയിൽസ് എന്ന് പറഞ്ഞൊരു ഫ്രെയിം വർക്കിലാണ് എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 2-3 കൊല്ലമായിട്ട് കുറച്ച് ഗോലാങ്ങും കൂടെ അതിന്റെ കൂടെ വരുന്നുണ്ട്. ചില ക്രിട്ടിക്കൽ കമ്പോണൻസ് ഒക്കെ ഗോ ഭാഷയിലാണ് എഴുതിയേക്കുന്നത്. അപ്പം പ്രധാനമായിട്ടും റൂബി, ഗോ, പിന്നെ ഫ്രണ്ട് എൻഡ് ആണ് ഡെവലപ്പ് എങ്കിൽ ഞങ്ങൾ vue.js എന്ന് പറഞ്ഞൊരു ജാവാസ്ക്രിപ്റ്റ് ഫ്രെയിം വർക്കാണ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് മൂന്നുമാണ് ഒരു ടെക്നിക്കൽ സ്റ്റാക്ക്. ഒരു പ്രോഗ്രാമർ ആയിട്ട് നോക്കുമ്പോൾ ടെക്നിക്കൽ സ്റ്റാക്ക് വരുന്നത് ഇത് മൂന്നുമാണ്. പിന്നെ പ്രൊഡക്ഷൻ, ഐ മീൻ ഡെവോപ്സിലെ ഓപ്സ് ആണ് നോക്കുന്നതെങ്കിൽ കമ്പനി യൂസ് ചെയ്യുന്നത് മിക്കവാറും സ്വതന്ത്ര സോഫ്റ്റ്വെയർ തന്നെയാണ്. പ്രൊമിത്യൂസ് എന്ന് പറയുന്ന ഒരു പ്രൊമിത്യൂസും ഗ്രാഫാനയും ഒക്കെ ചേർന്ന ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ആണ്. ഇലാസ്റ്റിക് സെർച്ച്, കിബാന, ഇതൊക്കെയുള്ള ഒരു ലോഗിംഗ് സിസ്റ്റം. അങ്ങനെ യൂസ് ചെയ്യുന്ന ആ ഒരു സോഫ്റ്റ്വെയർ സ്റ്റാക്ക് മിക്കവാറും എല്ലാം ഓപ്പൺ സോഴ്സ് തന്നെയാണ്. പ്രധാന ഓപ്പൺ സോഴ്സ് അല്ലാത്ത കാര്യങ്ങൾ, ഒന്ന് സൂം ആണ് വീഡിയോ കോളിന് യൂസ് ചെയ്യുന്നത്, ജിസി അല്ല. 2 ഇമെയിൽ സർവീസ് ഗൂഗിൾ അക്കൗണ്ട് യൂസ് ചെയ്തിട്ടാണ് ഇമെയിൽ കോൺഫിഗർ ചെയ്തേക്കുന്നത്. അത് 2 ഒഴിച്ച് പിന്നെ സ്ലാക്ക് ആണ് മെയിൻ ഇൻസ്റ്റന്റ് മെസ്സേജിങ്, അല്ലെങ്കിൽ ചാറ്റ് പ്ലാറ്റ്ഫോം സ്ലാക്ക് ആണ്. ഇത് 3 ഒഴിച്ച് ബാക്കി ഇൻഫ്രാസ്ട്രക്ചറും ബാക്കി ഒരുമാതിരി എല്ലാം സ്വതന്ത്ര സോഫ്റ്റ്വെയർ ബേസ് ചെയ്താണ് ഓടുന്നത്. ലാംഗ്വേജ് ഇതാണ്, റൂബി അല്ലെങ്കിൽ ഗോ. ഇതാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ലാംഗ്വേജ്. ഓക്കെ. അപ്പോൾ ഈ റിമോട്ടായിട്ട് ഒരു കമ്പനി വർക്ക് ചെയ്യാതെ, പ്രത്യേകിച്ചും ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്ന, അപ്പോൾ വലിയ വലിയ കമ്പനികളൊക്കെ അവരുടെ മാനേജ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് GitLab എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെങ്ങനെയാണ് പെർഫെക്റ്റ്ലി മാനേജ് ചെയ്യുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് ചിലപ്പോൾ ആനുവൽ മീറ്റിങ്ങുകൾ ഉണ്ടോ, അത് നേരിട്ടുള്ള മീറ്റിങ്ങുകൾ ഉണ്ടോ, അതല്ലെങ്കിൽ ഡെയിലി മീറ്റിങ്ങുകൾ, ഇപ്പോൾ സൂമിലാണെന്ന് പറഞ്ഞു, അതുപോലെ മൊത്തത്തിലുള്ള ഈ എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ്? അത് 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കമ്പനി ഫോളോ ചെയ്യുന്നത് ഒരു അസിൻക്രണസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു മോഡലാണ്. കാരണം ഞങ്ങൾ 60 രാജ്യങ്ങളിൽ സ്പ്രെഡ് ആയി കിടക്കുന്ന ഒരു കമ്പനി ആകുമ്പോൾ ടൈം സോണിന്റെ പ്രശ്നമുണ്ട്. എല്ലാവരെയും ഒരേ സമയത്ത് ഓൺലൈൻ കിട്ടുക എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇന്ത്യയിലുള്ള ഒരാള് അന്നത്തെ ജോലി നിർത്തി വീട്ടിൽ പോകുമ്പോഴായിരിക്കും അമേരിക്ക എണീറ്റ് വരുന്നത്. അപ്പം അസിൻക്രണസ് കമ്മ്യൂണിക്കേഷൻ എന്നൊരു രീതിയാണ് ഫോളോ ചെയ്യുന്നത്. അതിന്റെ അർത്ഥം വീഡിയോ കോളുകള്, നേർക്കുനേരെയുള്ള ചാറ്റുകള്, മീറ്റിങ്ങുകളൊക്കെ പരമാവധി കുറച്ച് പറയേണ്ട കാര്യങ്ങൾ ഒന്നെങ്കിൽ ഞങ്ങൾ GitLab തന്നെയാണ് യൂസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ. അപ്പം ഇഷ്യൂലും മെർജ് റിക്വസ്റ്റിലും ഒക്കെ കമന്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ എഴുതാം. അപ്പം വേറൊരാൾക്ക് എണീറ്റ് വരുമ്പോൾ വായിക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു റിട്ടേൺ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പം ആദ്യം GitLab വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇമെയിൽ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതും കൊണ്ട് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, വേറെ ഒരു വഴിയും ഇല്ലെങ്കിൽ മാത്രമേ ഞങ്ങൾ സിൻക്രണസ് കമ്മ്യൂണിക്കേഷൻ, ഒരു ചാറ്റ് ആയാലും അല്ലെങ്കിൽ ഒരു വീഡിയോ കോൾ ആയാലും ഒക്കെ ചെയ്യാൻ സാധ്യതയുള്ളൂ. അപ്പം മാനേജ്മെന്റിന് ഞങ്ങളുടെ കമ്പനി ആദ്യം മുതലേ ചെയ്തു വന്നൊരു പ്രധാന കാര്യം ഡോക്യുമെന്റേഷൻ ആണ്. GitLab about.gitlab.com/handbook എന്ന് പറഞ്ഞൊരു പേജിൽ പോയാൽ ഈ കമ്പനിയെ പറ്റിയുള്ള 99% കാര്യങ്ങളും പബ്ലിക്കലി അവൈലബിൾ ആണ്. ഫിനാൻസ് ഡീറ്റെയിൽസും സെക്യൂരിറ്റി ഡീറ്റെയിൽസും ഒഴിച്ച് ബാക്കി കമ്പനിയുടെ എൻറ്റയർ വർക്കിംഗ്സ് പബ്ലിക്കലി അവൈലബിൾ ആണ്. കമ്പനി പോളിസി, ഒരു തീരുമാനം എടുത്താൽ ആദ്യം അത് ഈ ഹാൻഡ് ബുക്കിൽ എഴുതുക എന്നുള്ളതാണ്. കാരണം നാളെ വരുന്ന ഒരാൾക്ക് എളുപ്പം വായിക്കാൻ പറ്റിയ ഒരു സ്ഥലത്ത് എല്ലാ ഇൻഫർമേഷനും ലഭ്യമാക്കുക എന്നൊരു കൺസെപ്റ്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു ഗുണം, ആ ഒരു പോളിസി ഉള്ളത് കൊണ്ട് ബൈ ഡീഫോൾട്ട് പുതിയതായിട്ട് വരുന്ന ആൾക്കാരും എല്ലാം ശീലിക്കുന്നത് ഇതാണ്. എല്ലാ കാര്യവും എഴുതി വെക്കാനും നാളെ വേറൊരു ആൾക്ക് എളുപ്പത്തിൽ റെഫർ ചെയ്യാൻ പാകത്തിന് എഴുതി വെക്കുന്ന രീതിയിലാണ് കമ്പനിയുടെ എൻറ്റയർ വർക്കിംഗ്സ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം ഡിസിഷൻ മേക്കിംഗ് ആയാലും അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ ഡിസ്കഷൻസ് ആയാലും ഇതെല്ലാം സംഭവിക്കുന്നത് എഴുത്ത് രീതി കൂടിയാണ്. ഒന്നെങ്കിൽ ഇഷ്യൂ കമന്റുകൾ, അല്ലെങ്കിൽ ഇമെയിൽ ത്രെഡുകൾ, അങ്ങനെയൊക്കെയാണ്. വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള ക്വിക്ക് ചാറ്റുകളൊക്കെ സ്ലാക്കിലുള്ളൂ. അതല്ല എഴുത്തിൽ കൂടെ അത്ര ഫലപ്രദമായിട്ട് പറയാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ കോൾ വരുള്ളൂ. ആനുവലി
ഞങ്ങൾ ഒന്നിച്ച് കൂടാറുണ്ട്. അത് പക്ഷെ വർക്ക് റിലേറ്റഡ് അല്ല, ഒരു റിട്രീറ്റ് പോലെയാണ്. എല്ലാവർക്കും തമ്മിലൊന്ന് കാണാൻ വേണ്ടി ഒരു ആനുവൽ മീറ്റപ്പ് ഉണ്ട്. കമ്പനിയിൽ വീക്ക്ലി കോളുകൾ ഉണ്ട്. അത് പക്ഷെ ഓപ്ഷണല്ല, താല്പര്യം ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്താൽ മതി. എന്റെ ഓർമ്മയിൽ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഞാൻ അങ്ങനത്തെ മീറ്റിംഗ് ഒന്നും അറ്റൻഡ് ചെയ്യാറില്ല. അത് നിർബന്ധമുള്ള കാര്യമല്ല. അതുപോലെയാണ് എല്ലാ മീറ്റിങ്ങുകളും. ഓൾമോസ്റ്റ് ഓൾ മീറ്റിംഗ്സ് ആർ ഓപ്ഷണൽ. നിങ്ങൾക്ക് താല്പര്യവും സമയവും ഉണ്ട്, നിങ്ങളുടെ വർക്കിംഗ് അവേഴ്സിന്റെ അകത്താണ് വരുന്നതെങ്കിൽ അറ്റൻഡ് ചെയ്താൽ മതി. എല്ലാ മീറ്റിങ്ങുകളും റെക്കോർഡ് ചെയ്യപ്പെടും. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചിരിക്കും. ഒന്നുകിൽ ഒരു ഗൂഗിൾ ഡോക്ക്, അല്ലെങ്കിൽ ഇഷ്യൂ കമന്റോ അല്ലെങ്കിൽ മദർ റിക്വസ്റ്റ് കമന്റോ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവും. മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് ഇൻഫർമേഷൻ ലോസ് ആയി എന്നൊരു അവസ്ഥ വരില്ല. കാരണം എഴുത്തിലാണ് ഡിഫോൾട്ട് ചെയ്യുന്ന കാര്യം എഴുത്താണ്. അപ്പം എന്റെ കാഴ്ചപ്പാടിൽ അതാണ് റിമോട്ടായിട്ട് വർക്ക് ചെയ്യാൻ ഗിറ്റ്ലാബിനെ സഹായിച്ചൊരു പ്രധാന ഘടകം. എല്ലാവരും ബൈ ഡിഫോൾട്ട് ഈ ഒരു വഴിയിലേക്കാണ് പോകുന്നത്. എഴുതി സൂക്ഷിക്കാം എന്നൊരു മൈൻഡ് സെറ്റ് ആവുമ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്തു. എന്നാൽ തുടക്കം പോലെ അങ്ങനെ ചെയ്തു വരുമ്പോൾ അതൊരു നല്ലൊരു ഫ്ലോ ആണ്, ഒന്നും മിസ്സാവില്ല. അതാണ് പ്രധാന രീതി. മീറ്റിങ്ങുകൾ ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ ഇപ്പൊ എന്നാലും ഓപ്ഷനിലാണ്. ഓക്കെ. മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത്, എന്തുകൊണ്ടാണ് സൂം ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ അതോടെ തന്നെ ഇപ്പൊ ഞാൻ ചോദിക്കും, ഇപ്പൊ നമുക്ക് ഇത്രയും സർവറുകളുള്ള ഒരു കമ്പനിയാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ജിറ്റ്സി ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ബിഗ് ബ്ലൂ ബട്ടൺ ഏതെങ്കിലും സ്വന്തമായി ഹോസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു സാധ്യത ഇല്ലേ സൂം ഉപയോഗിക്കാനുള്ള എന്തെങ്കിലും? ഒന്ന് രണ്ട് കാര്യം, ഇത് പണ്ട് ജാവയിൽ എന്താ പൈത്തണിലേക്ക് മാറാത്തതെന്ന് ചോദിച്ച പോലെയാണ്. ടെക്നിക്കൽ ഡിഫിക്കൽറ്റിയെക്കാളും കൂടുതൽ നിലനിൽക്കുന്ന പ്രോസസ്സിനെ മാറ്റാനുള്ള ഒരു മെനക്കേട് എന്ന് പറഞ്ഞാൽ കുറെ ഇന്റഗ്രേഷൻസും കുറെ കാര്യങ്ങളും ഒക്കെ സൂമിലും സ്ലാക്കിലും ഒക്കെ കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം മാറ്റുക എന്നുള്ള പ്രശ്നം ഒന്ന്. രണ്ട്, GitLab.com എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ ഒരു ടീമിന്റെ ബാധ്യതയാണത്. അപ്പൊ അങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ടീമിന്റെ അടുത്ത് ഇതിന്റെ കൂടെ നിങ്ങൾ ഒരു ജിറ്റ്സി സെർവറും കൂടെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീസിബിലിറ്റി പ്രശ്നമുണ്ട്. പക്ഷേ ഇത് കൺസിഡറേഷനിലുള്ള കാര്യങ്ങളാണ്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഓൾട്ടർനേറ്റീവ്, ഇപ്പൊ സ്ലാക്കിന് പകരം മാറ്റർ മോസ്റ്റ് ഉപയോഗിച്ചാൽ എന്താ, ഈ ഡിസ്കഷൻസ് ഒക്കെ ഇന്റേണലി നടക്കുന്നതാണ്. നിലവിലുള്ള ഉത്തരം ഈസി ആയിട്ട് കിട്ടുന്ന സൊല്യൂഷൻ ഇതായിരുന്നു, അതുകൊണ്ട് കമ്പനി ഇത് ചൂസ് ചെയ്തു എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം നാളെ മാറിക്കൂടായികയില്ല എന്നല്ല. ഇപ്പൊ വളരെ ഈസി ആയിട്ട് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഓൾട്ടർനേറ്റീവ് വരികയാണെങ്കിൽ മിക്കവാറും അതിലേക്ക് മാറാം. അങ്ങനെ മാറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എൻറ്റയർ കൺസെപ്റ്റ് ഒരു ഓപ്പൺ സോഴ്സിനെ ചുറ്റിപ്പറ്റി ആയതും കൊണ്ട് അതിന് സാധ്യതയുണ്ട്, അങ്ങനെ ഒരു മാറ്റത്തിന് സാധ്യതയുണ്ട്. ഓക്കെ. ഇനി ഞാൻ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ഡെവോപ്സ് എന്ന് പറയുമ്പോൾ ഗിറ്റ്ലാബിന്റെ ഭാഗമായിട്ട് ഡെവോപ്സും കാര്യങ്ങളൊക്കെ ഗിറ്റ്ലാബിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈയിടെ എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായി, ഇപ്പൊ ഒരാൾക്ക് ഒരു 3 മാസം കൊണ്ട് ഡെവോപ്സിന്റെ കോഴ്സ് ഉണ്ട്, അത് പഠിച്ചാൽ ആൾക്ക് അമേരിക്കയിലെ ഒരാളാണ്, കോഴ്സ് കിട്ടും. ഈ യൂട്യൂബിൽ നിന്ന് വീഡിയോ കണ്ട് അന്വേഷിച്ച് വിളിച്ചാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളോട് ഈ ഡെവോപ്സ് എന്നുള്ള സംഗതിയെ കുറിച്ചും അതിന്റെ തൊഴിൽ സാധ്യതകളെ കുറിച്ചും ഒന്ന് വിശദമായിട്ട് തന്നെ പറഞ്ഞോളൂ. ഓക്കെ. ഇപ്പം ഡെവോപ്സ് എന്ന് പറയുന്നത് അത്ര പുതിയ സാധനമൊന്നുമല്ല. ഓൾമോസ്റ്റ് ഒരു 6-7 കൊല്ലമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരു കൺസെപ്റ്റ് ആണ്. കുറച്ച് ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഒരു 15 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ അറൌണ്ട് ഒരു 15 years, ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു സർവീസ് കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പ്രധാനമായി 2 ടീമുകളെ കൊണ്ടാണ്. ഒന്ന്, കോഡ് എഴുതുന്ന ഡെവലപ്പർമാര്, ഫീച്ചറുകളും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഡെവലപ്പർമാര്. 2, ഈ എഴുതിയ കോഡിനെ ഇന്റർനെറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഓപ്പറേഷൻസ് ടീം. ഇപ്പം ഗിറ്റ്ലാബിന്റെ കാര്യത്തിലാണെങ്കിൽ GitLab.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് എപ്പോഴും അപ്പായിട്ട് റൺ ചെയ്യുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു വരുന്നെന്ന് പറഞ്ഞാൽ ഡൗൺ ടൈം ഒന്നും ഉണ്ടാവാതെ, സ്റ്റോറേജ് ഒന്നും എക്സൈഡ് ആവാതെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ടീം. അപ്പം ഈ 2 വിഭാഗങ്ങൾ 2 സെപ്പറേറ്റ് ആയിട്ട് നിന്നൊരു കാലമായിരുന്നു ഒരു 10-12 കൊല്ലം മുമ്പ് വരെ. അപ്പം അതിന്റെ പ്രശ്നം 2 പേരുടെയും ഫോക്കസ് 2 കാര്യങ്ങളാണ്. ഡെവലപ്പേഴ്സിന് കോഡ് വർക്ക് ചെയ്യുമോ, ഫീച്ചർ വർക്ക് ചെയ്യുമോ എന്നുള്ള കാര്യം ചിന്തിക്കുമ്പോൾ ഓപ്പറേഷൻസിന് റിലയബിൾ ആയിട്ട് ഓടിക്കാൻ പറ്റുമോ, റിസോഴ്സ് യൂസേജ് ഒക്കെ അണ്ടർ ദി ലിമിറ്റ് ആണോ,
എന്നൊക്കെ നോക്കണം. അപ്പം ഈ രണ്ട് ഫോക്കസുകളും അത്ര ഒരുമിച്ച് പോകുന്നതല്ല, കാരണം രണ്ടും ഒരേ സാധനത്തിനെ തന്നെ രണ്ട് ആംഗിളിൽ നിന്ന് നോക്കുന്നതാണ്. അപ്പം അങ്ങനെ വന്ന ഒരു അവസ്ഥയിലാണ് ഡെവോപ്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് രൂപം കൊള്ളുന്നത്. ഇതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ ഡെവും ഓപ്സും രണ്ട് വ്യത്യസ്ത സാധനങ്ങളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ രണ്ടുപേരും ഒരു പരസ്പര സഹകരണത്തോടു കൂടി പോകുന്ന ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കുക. അപ്പം വളരെ എളുപ്പത്തിലൊരു എക്സാമ്പിൾ വന്നാൽ, ഒരു ഡെവലപ്പർ കോഡ് എഴുതുമ്പോൾ ആ കോഡ് പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ എത്തുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഫീഡ്ബാക്ക് എത്രയും പെട്ടെന്ന് ആ ഡെവലപ്പറിന് കോഡ് എഴുതുന്ന സമയത്ത് തന്നെ കൊടുക്കാൻ പറ്റുക. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഡെവലപ്പർ ചെയ്യുന്ന ജോലിയും അത് അവസാനം എത്തിച്ചേരുന്ന ആ ഒരു ഇന്റർനെറ്റിലെ സ്ഥലവും തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കുറയ്ക്കാൻ പറ്റും. എന്താണ് അവിടെ ആക്ച്വലി സംഭവിക്കാൻ പോകുന്നത്? ഡെവലപ്പറിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് വർക്ക് ചെയ്യുന്ന അവസ്ഥ മാത്രമേ ഉള്ളൂ. ചെന്ന ഒരേ സമയം 1000 പേര് ഈ വെബ്സൈറ്റ് എടുക്കുന്ന വെബ്സൈറ്റ് ഡൗൺ ആവുന്നു. അങ്ങനെ ഇരിക്കാൻ ഈ ഒരു ബ്രിഡ്ജ് ഡെവലപ്പറും അതേപോലെ പ്രൊഡക്ഷനും ഓപ്സും തമ്മിലുള്ള ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കലാണ് ഡെവോപ്സ്. അതിന് പ്രധാനമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത കുറച്ച് സ്ട്രാറ്റജീസ് ആണ് കണ്ടിന്യൂസ് ഇന്റിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ, എഴുതുന്ന ഓരോ വരി കോഡും ഓട്ടോമാറ്റിക്കലി ടെസ്റ്റ് ചെയ്യപ്പെടുക. നേരത്തെ എഴുതി വെച്ച കുറെ ടെസ്റ്റ് കേസുകൾ ഉപയോഗിച്ച് ഇന്ന ഇൻപുട്ട് കൊടുത്താൽ എന്താണ് സംഭവിക്കുക, ഇന്ന രീതിയിൽ ഇന്ന എങ്ങോട്ട് പോകും, അങ്ങനെ ടെസ്റ്റ് സിനാരിയോ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. കണ്ടിന്യൂസ് ഡെലിവറി ആൻഡ് ഡിപ്ലോയ്മെന്റ്, ഡെവലപ്പർ എഴുതുന്ന ഒരു കോഡ് ഒരു പരീക്ഷണശാലയിലേക്ക് ഡിപ്ലോയ് ചെയ്തിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അവർക്ക് നോക്കാൻ ഒരവസരം ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ഓട്ടോമാറ്റിക്കലി ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ മോണിറ്റർ ചെയ്യാൻ ഒരു സംവിധാനം. ഈ കോഡ് ചെന്ന് കഴിഞ്ഞപ്പോൾ എറർ റേറ്റ് കൂടി അല്ലെങ്കിൽ ഡൗൺ ടൈം കൂടി, ഒരു റിക്വസ്റ്റ് ലോഡാവാൻ കുറെ സമയം എടുക്കുന്നു, അപ്പൊ അങ്ങനെ ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ടാക്കുക. അതുപോലെ ഒരു ഫീഡ്ബാക്ക് ലൂപ്പ്, ഈ കാര്യങ്ങളെല്ലാം ഡെവലപ്പറുടെ അടുത്തേക്ക് വളരെ വേഗം, ഈ ഇൻഫർമേഷൻ എല്ലാം ഡെവലപ്പറുടെ അടുത്തേക്ക് വളരെ വേഗം എത്തിക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കുക. അപ്പം ഈ ഘടകങ്ങളെ എല്ലാം കൂട്ടിച്ചേർത്ത് പറയുന്ന ഒരു അംബ്രല്ല ടേമാണ് ഡെവോപ്സ് എന്നുള്ളത്. ഒറ്റ വരിയിലുള്ള ഡെഫിനേഷൻ ഇതാണ്: ഡെവലപ്പറും ഓപ്പറേഷൻസ് പേഴ്സണിലും തമ്മിലുള്ള ദൂരം കുറയ്ക്കുക, അവര് പരസ്പരം കൈകോർത്ത് പോകുന്ന രീതിയിൽ ഈ പ്രോസസ്സിനെ മാറ്റുക. അതാണ് ഡെവോപ്സ് എന്ന് പറയുന്ന ഒരു ഐഡിയ. തൊഴിൽ സാധ്യതയെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഡെവോപ്സ് വളരെ ഹോട്ടായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴും. ഈ ഒരു പ്രോസസ്സ് വർക്ക് ചെയ്യുമെന്ന് എല്ലാവർക്കും മനസ്സിലായി. എല്ലാവരും ഡെവോപ്സ് മോഡ് ഓഫ് ഡെവലപ്മെന്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഡിപ്ലോയ്മെന്റിനെയും പ്രൊഡക്ഷനെയും കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഇതെത്തി. അപ്പം അതിന്റെ ഒരു ഗുണം, ഡെവലപ്പർ ആ ലാംഗ്വേജിൽ കോഡ് എഴുതാൻ മാത്രമല്ല, കുറച്ചൊക്കെ സിസ്റ്റംസ് ഡിപ്ലോയ്മെന്റിനെ കുറിച്ചും ഇതെങ്ങനെയാണ് ഡിപ്ലോയ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് പ്രൊഡക്ഷനിൽ ബിഹേവ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പതുക്കെ ചിന്തിച്ചു തുടങ്ങും ഒരു ഡെവലപ്പർ സൈഡിൽ നിന്ന് തന്നെ. അപ്പം അങ്ങനെ വരുമ്പോ എടുക്കുന്ന ഡിസിഷൻസ് മിക്കവാറും ഒക്കെ ശരിയാവാൻ തുടങ്ങും. രണ്ടാമതൊന്ന് റീവിസിറ്റ് ചെയ്യേണ്ട ആവശ്യം കുറഞ്ഞു വരും. ഓക്കെ, ഇത് ചെയ്തപ്പോ എന്തോ പ്രശ്നം പറ്റി, നമുക്കിത് വീണ്ടും മാറ്റണം, അങ്ങനെയുള്ള മാറ്റി എഴുതലുകൾ കുറയാൻ തുടങ്ങി. അപ്പം അതിന്റെ കൂടെ കൂടുതൽ സാധനങ്ങൾ, ഇപ്പം ഡെവോപ്സും കഴിഞ്ഞ് ഡെവ് സെക്കോപ്സ് എന്ന് പറഞ്ഞൊരു ഫേസിലാണ്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ സെക്യൂരിറ്റിയും കൂടെ ആഡ് ചെയ്യുക. നിങ്ങൾ എഴുതുന്ന കോഡിനെ ഓട്ടോമാറ്റിക്കലി ഒരു സെക്യൂരിറ്റി ടെസ്റ്റിംഗിൽ കൂടെ കടത്തിവിടുക. കോമൺ വൾണറബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ, കോമൺ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് വന്നാൽ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ഡെവോപ്സ് വലുതായി ഡെവ് സെക്കോപ്സ് ആയി. പിന്നെ അതിന്റെ കൂടെ ബിസിനസ് ലോജിക്കുകളും കൂടെയൊക്കെ വന്ന് ബിസോപ്സ്, ഇതൊക്കെ. അപ്പം ഈ ഒരു ഡൊമൈൻ വലുതായി വരികയാണ്. തൊഴിൽ സാധ്യത കൂടാൻ തന്നെ ചാൻസ് ഉള്ളൂ. കാരണം വെറും ഡെവലപ്പേഴ്സിനെ ഇപ്പൊ അധികം ആരും അത്ര ഒരു ഇൻട്രസ്റ്റഡ് അല്ല. എല്ലാവർക്കും എല്ലാത്തിനെ പറ്റിയും ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ആൾക്കാരെയാണ് ഹയർ ചെയ്യാൻ താല്പര്യം. കാരണം അങ്ങനെ വരുമ്പോൾ എടുക്കുന്ന ഡിസിഷൻസ് ഇത്തിലൂടെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും, ഇൻഫോംഡ് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അപ്പം ജോലി സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. ഓൺലൈൻ കോഴ്സുകളെ പറ്റി പറയാൻ ഞാൻ ആളല്ല, കാരണം ഞാൻ നോക്കിയിട്ടില്ല.
പക്ഷെ ബേസിക്കലി ഒരു മിനിമം സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ, എങ്ങനെയാണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഓരോ സാധനങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വെബ് സെർവർ റൺ ചെയ്യിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഒരു വെബ്സൈറ്റ് ലോഡ് ചെയ്യിക്കാം, അതൊക്കെ ഏതൊരു ഡെവലപ്പർക്കും എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കോഡ് എഴുതുന്നത് മാത്രമല്ലാതെ എങ്ങനെയാണ് ഒരു ഡാറ്റാബേസ് ഇൻസ്റ്റൻസ് റൺ ചെയ്യിച്ച് അതിലേക്ക് കണക്ട് ചെയ്യിക്കാൻ പറ്റുന്നത്, എങ്ങനെ കോഡ് എഴുതിയാലാണ് മിനിമം റിക്വസ്റ്റ് കൊണ്ട് നിങ്ങളുടെ കാര്യം തീരുന്നത്, ഉത്തരം കിട്ടുന്നത്. അപ്പം ഇങ്ങനത്തെ ചിന്തയൊക്കെ ഈ ഡെവോപ്സ് എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പം അതൊരു ആസ് ആൻ എംപ്ലോയർ, ജോലി തരുന്ന ഒരാൾക്ക് ഇതൊക്കെ പ്ലസ് പോയിന്റുകളാണ്. കാരണം നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻസ് അത്രയും നല്ലതാവും ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ. അപ്പം ഡെവോപ്സ് ഡെഫിനറ്റ്ലി ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു ഡൊമൈനാണ്. പ്രശ്നം ഇതാണ്, ഇതൊരു ലിനക്സ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ പോലെ ഒറ്റ സിലബസും ഒറ്റ ടെക്സ്റ്റ് ബുക്കും വെച്ച് പഠിച്ച് തീരുന്ന ഒരു പരിപാടിയല്ല. ഇതൊരു അംബ്രല്ല ടേമാണ്, കുറെ കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ച് പറയുന്ന ഒരു ടേമാണ്. അപ്പം കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ മാത്രം ചെയ്യുന്ന കമ്പനികളുണ്ട്. ഇപ്പം സർക്കിൾ CI അല്ലെങ്കിൽ ട്രാവിസ് CI എന്ന് പറയുന്ന കമ്പനിയൊക്കെ കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ മാത്രമേ ഉള്ളൂ. അപ്പം അതും ഡെവോപ്സിന്റെ ഭാഗം തന്നെയാണ്, അല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പൊ എൻറ്റയർ ലൈഫ് സൈക്കിൾ കവർ ചെയ്യുന്ന കമ്പനികളും ഉണ്ട്. ഇപ്പം ഗിറ്റ്ലാബ് ഒരു എക്സാമ്പിൾ ആണ്. ഡെവോപ്സ് ലൈഫ് സൈക്കിളിലുള്ള എല്ലാ സാധനങ്ങളും, ഐഡിയ ഉണ്ടാവുന്നത്, കോഡ് എഴുതുന്നത്, റിവ്യൂ ചെയ്യുന്നത്, കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ, കണ്ടിന്യൂസ് ഡിപ്ലോയ്മെന്റ്, ഡെലിവറി, മോണിറ്ററിങ്, എല്ലാം കവറുന്ന ഒരു സോഫ്റ്റ്വെയർ ഗിറ്റ്ലാബിന്റെ. അപ്പം ഇതെല്ലാം ഡെവോപ്സിന്റെ അകത്ത് വരും. ഏതിനാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതാണ്. പക്ഷെ ഈ ഒരു രീതി ചിന്തിക്കുന്നത് എന്തായാലും ഗുണകരമായിരിക്കും. ഓക്കെ. ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. From your point of view, who's GitLab mostly suitable for? An individual developer or a company? Also, you guys consider GitHub as a competitor? Okay. ഗിറ്റ്ലാബിന്റെ യൂസർ ആരെന്നുള്ളത് ആക്ച്വലി നല്ല ചോദ്യമാണ്. ഞാൻ പറഞ്ഞു ഗിറ്റ്ലാബിന് ഒരു കമ്മ്യൂണിറ്റി എഡിഷനും ഒരു എന്റർപ്രൈസ് എഡിഷനും ഉണ്ടെന്ന്. എന്റർപ്രൈസ് എഡിഷനിൽ തന്നെ പല ലെവലുകളുണ്ട്. നിങ്ങൾക്ക് കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുമ്പോൾ പല ലെവലുണ്ട്. സ്റ്റാർട്ടർ, പ്രീമിയം, അൾട്ടിമേറ്റ് എന്ന് പറയുന്ന രീതിയിൽ ഈ ലെവലുകൾ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഈ ലെവലുകളിലുള്ള ഫീച്ചറുകളുടെ ഇന്റൻഡഡ് യൂസേഴ്സ്, ഇത് ഉപയോഗിക്കാൻ സാധ്യതയുള്ളത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ബേസ് ചെയ്തിട്ടാണ്. എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും താഴത്തെ ലെവലിലുള്ള ഫീച്ചേഴ്സ് എല്ലാം ഒരു ഇൻഡിവിജ്വൽ ഡെവലപ്പർക്ക് അല്ലെങ്കിൽ വളരെ ചെറിയൊരു ടീമിന് ആവശ്യമുള്ള എല്ലാ ഫീച്ചറുകളും സ്വതന്ത്ര സോഫ്റ്റ്വെയർ വേർഷനിൽ ഉണ്ടായിരിക്കും. ഇത്രൂടെ ഹയർ ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്ട് മാനേജർ, ഒരു ടീം ലീഡ് ലെവലിൽ ആവശ്യമുള്ള സോഫ്റ്റ്വെയറുകൾ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഒരു റിവ്യൂ ഐറ്റംസ്, ഈ മാസം എത്ര മെർജ് റിക്വസ്റ്റുകൾ മെർജ് ആയിട്ടുണ്ട്, എത്ര ഫീച്ചറുകൾ ആഡ് ആയിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു ഇൻഫർമേഷൻ തരാനുള്ള ഫീച്ചേഴ്സ് തൊട്ടടുത്ത ടയറിൽ വരും. അതേപോലെ ഒരു ഡയറക്ടർ ലെവലിലുള്ളത്, മാനേജ്മെന്റ് ലെവലുള്ള. അപ്പം ഇതേപോലെ ഒരു ഇന്റൻഡഡ് യൂസർ ആരാണ് എന്നുള്ള ഒരു ലോജിക്കിന്റെ പുറത്താണ് ഈ ടയറുകൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്. നിങ്ങളൊരു ഇൻഡിവിജ്വൽ ഡെവലപ്പർ ആണെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, GitLab.com പ്രൈവറ്റ് പ്രൊജക്ട്സ് അടക്കം ഫ്രീ ആണ്. പബ്ലിക് പ്രൊജക്ട് ആണെങ്കിൽ എല്ലാ എന്റർപ്രൈസ് എഡിഷനും നിങ്ങൾക്ക്, എല്ലാ എന്റർപ്രൈസ് ഫീച്ചറുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അല്ല, പ്രൈവറ്റ് പ്രൊജക്ട് ആണെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ഡെവലപ്പർക്കോ അല്ലെങ്കിൽ വളരെ ചെറിയ ടീമിനോ വേണ്ട സാധനങ്ങളെല്ലാം അവൈലബിൾ ആണ്. അല്ല, സെൽഫ് ഹോസ്റ്റ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഗിറ്റ്ലാബ് കമ്മ്യൂണിറ്റി എഡിഷൻ സെൽഫ് ഹോസ്റ്റ് ചെയ്യാം. എംപ്ലോയി എന്ന തൊപ്പി ഊരി വെച്ച് പറയുകയാണെങ്കിൽ പേഴ്സണലി ഒരു ഡെവലപ്പർക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ സോഫ്റ്റ്വെയർ ടീമിന് വേണ്ട എല്ലാ സാധനങ്ങളും കമ്മ്യൂണിറ്റി എഡിഷനിൽ തന്നെ അവൈലബിൾ ആണ്. നിങ്ങളൊരു കമ്പനിയാണ്, കമ്പനി റൺ ചെയ്യുന്നവരാണ്, ഒരു 15-20 പേരുടെ മുകളിലുള്ള കമ്പനി ആണെങ്കിൽ എന്റർപ്രൈസ് എഡിഷനെ പറ്റി ചിന്തിച്ചു തുടങ്ങാം. കാരണം അതിലുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് സമയവും ഊർജവും ഒക്കെ ലാഭിച്ചു തരാവുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതേപോലെ ആ ഒരു ഡെവലപ്മെന്റ് ഫ്ലോ ഒക്കെ ഇത്തിരി എളുപ്പമാക്കുന്ന, ഇത്തിരി സീരിയസ് കമ്പനിയൊക്കെ ആണെങ്കിൽ 2 പേര് അപ്രൂവ് ചെയ്യാണ്ട് ഒരു മെർജ് റിക്വസ്റ്റ്, ഒരു ഫീച്ചർ ആഡ് ചെയ്യരുത്, അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നത് എന്റർപ്രൈസ് എഡിഷനിലാണ്.
അപ്പം ആർക്ക് യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഏത് ലെവലിലും യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ യൂസ് കേസും അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയാണോ ഇൻഡിവിജ്വൽ ആണോ എത്ര വലിയ കമ്പനിയാണെന്നൊക്കെ അനുസരിച്ചായിരിക്കും ഏത് വേണമെന്ന് തീരുമാനിക്കുന്നത്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഗിറ്റ്ലബ് കമ്മ്യൂണിറ്റേഷൻ യൂസ് ചെയ്യാം. അത് വളരെ പവർഫുൾ ആണ്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചറുകളും അവൈലബിളും ആണ് ഒരു ഡെവലപ്പർക്ക് വേണ്ട. അപ്പം അത് യൂസ് ചെയ്യാം. അല്ല ഒരു കമ്പനി മൈൻഡ് സെറ്റിലാണ് ചിന്തിക്കുന്നതെങ്കിൽ എന്റർപ്രൈസ് സൊല്യൂഷനിലെ ഏതെങ്കിലും ഒരു ടയർ ചൂസ് ചെയ്യാവുന്നതാണ്. ഇതായിരുന്നു ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? മറ്റേ ഗിറ്റ് ഹബിനെ ഒരു കോമ്പറ്റേറ്ററായിട്ട് കാണുന്നുണ്ടോ എന്നുള്ളത്. ഗിറ്റ് ഹബ് ഒരു കോമ്പറ്റേറ്റർ ആണ്. എന്താന്ന് വെച്ചാൽ പബ്ലിക് പ്രൊജക്ടുകൾ ഇപ്പോഴും ബഹുഭൂരിപക്ഷവും ഗിറ്റ് ഹബിൽ തന്നെയാണ്. എന്നാൽ സോഫ്റ്റ്വെയർ ഡിപ്ലോയ് അല്ലെങ്കിൽ സോഴ്സ് കോഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ആദ്യം ചിന്തിക്കുന്ന പേരുകളിലൊന്ന് ഗിറ്റ് ഹബ് തന്നെയാണ്. അപ്പം GitLab.comന് GitHub.com ഒരു കോമ്പറ്റേറ്റർ തന്നെയാണ്. വ്യത്യാസം വരുന്നത് സെൽഫ് ഹോസ്റ്റഡ് കസ്റ്റമേഴ്സ്, നമ്മൾ സ്വന്തമായിട്ട് ഹോസ്റ്റ് ചെയ്യേണ്ട കസ്റ്റമേഴ്സിന് ഗിറ്റ്ഹബിനേക്കാളും പ്രിയം ഗിറ്റ്ലാബ് അല്ലെങ്കിൽ ബിറ്റ് ബക്കറ്റ് ആണ്. അറ്റ്ലാക്ഷി എന്ന് പറഞ്ഞ കമ്പനിയുടെ ബിറ്റ് ബക്കറ്റ് എന്ന് പറഞ്ഞൊരു സ്യൂട്ട് ഉണ്ട്. അത് ജിറ, ട്രെല്ലോ എന്ന് പറഞ്ഞ അവർക്കും കുറെ പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പം സെൽഫ് ഹോസ്റ്റഡ് കസ്റ്റമറിൽ മെയിൻ കോമ്പറ്റേറ്റർ ബിറ്റ് ബക്കറ്റ് ആണ്. പക്ഷേ മൈക്രോസോഫ്റ്റ് ഗിറ്റ്ഹബിനെ വാങ്ങിച്ചതിന് ശേഷം ഗിറ്റ്ഹബിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. അവരും അവരുടെ സ്കോപ്പ് ഇത്തിലൂടെ വലുതാക്കി വരുന്നുണ്ട്. ഇപ്പം ഗിറ്റ്ഹബ് ആക്ഷൻസ് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നു, കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ പോലെ ഓട്ടോമേഷൻ കൊണ്ടുവരാനുള്ള. അപ്പം ഗിറ്റ്ഹബ് കോമ്പറ്റേറ്റർ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ ചില മേഖലകളിൽ ഗിറ്റ്ഹബ് നിലവിൽ ഗിറ്റ്ലാബ് കവർ ചെയ്യുന്ന ആ ഒരു എൻറ്റയർ ഡെവോപ്സ് ലൈഫ് സൈക്കിൾ ഗിറ്റ്ഹബ് കവർ ചെയ്യുന്നില്ല. അപ്പൊ ചില മേഖലകളിൽ കോമ്പറ്റീഷൻ ഉണ്ട്. ചിലതിൽ വേറെ ആൾക്കാരാണ് കോമ്പറ്റേറ്റേഴ്സ്. ഇപ്പം CI/CD ഒക്കെ ആണെങ്കിൽ ജെൻകിൻസും ട്രാവിസും സർക്കിൾ CIO ഒക്കെയാണ് കോമ്പറ്റേറ്റർ. സോഴ്സ് ഇഷ്യൂ മാനേജ്മെന്റ് ഒക്കെ ആണെങ്കിൽ ട്രെല്ലോ ആണ് കോമ്പറ്റീറ്റർ, അല്ലെങ്കിൽ ജിറ ടിക്കറ്റുകൾ ജിറയാണ് കോമ്പറ്റീറ്റർ. അപ്പം കുറച്ചധികം സ്കോപ്പ് വലുതായത് കൊണ്ട് കോമ്പറ്റീറ്റേഴ്സിന്റെ എണ്ണവും കുറച്ച് കൂടുതലല്ല. വേറെ ആള് ചോദിച്ചിരിക്കുന്നത് ഗിറ്റ്ലാബിലുള്ള റെപ്പോ നമുക്ക് റെസ്യൂമിലേക്ക് വെക്കാൻ പറ്റുമോ എന്നുള്ളത്, ഗിറ്റ്ലാബ് കോൺട്രിബ്യൂഷൻസ്. ഉറപ്പായിട്ടും വെക്കാം. കാരണം ഗിറ്റ്ഹബില് ആരെങ്കിലും അതിനെപ്പറ്റി ചോദിച്ചാൽ പറയേണ്ട എക്സാമ്പിളുകൾ ഉണ്ട്. നമുക്കറിയാവുന്ന സീരിയസ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉള്ള ഓർഗനൈസേഷനുകളിൽ പലതും ഗിറ്റ്ലാബ് ഇൻസ്റ്റൻസ് ഓടിക്കുന്നവരുണ്ട്. ഡെബിയൻ, KDE, ഗ്നോം, XFCE, ഇങ്സ്കേപ്പ്, ഫെഡോറക്കാർ ഇതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ പ്രൊജക്റ്റുകൾ ഓൾറെഡി ഗിറ്റ്ലാബിൽ ഉണ്ട്, അല്ലെങ്കിൽ ഗിറ്റ്ലാബിലേക്ക് മാറാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം VLC ഗിറ്റ്ലാബാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതൊരു സീരിയസ് സ്പേസ് ആയി മാറിക്കഴിഞ്ഞു. ഒരു കഴിഞ്ഞ 2 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലത്തിനകത്ത് നിങ്ങൾക്ക് വളരെ വിസിബിൾ ആയിട്ട് റെസ്യൂമേൽ എവിടെ വേണമെങ്കിലും മെൻഷൻ ചെയ്യാവുന്ന രീതിയിൽ അത്രയും സ്റ്റേബിൾ ആയിട്ടുള്ള, അത്രയും അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു സർവീസ് ആയി കഴിഞ്ഞു. അപ്പം ഞാൻ പേഴ്സണലി എല്ലാം ഹോസ്റ്റ് ചെയ്യുന്നത് ഗിറ്റ്ലാബിലാണ്. സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ് SMCയുടെ ഡെവലപ്മെന്റ് പ്രൈമറിലി നടക്കുന്നതെല്ലാം ഗിറ്റ്ലാബിലാണ്. ഡെബിയന്റെ ഡെവലപ്മെന്റ് എല്ലാം ഡെബിയന്റെ സ്വന്തം ഗിറ്റ്ലാബ് ഇൻസ്റ്റൻസിലാണ്. ഫ്രീ സോഫ്റ്റ്വെയർ കമ്മ്യൂണിറ്റി ഓഫ് ഇന്ത്യ അവിടെയാണ്. അങ്ങനെ ഇന്ത്യയിലെ പല ഫ്രീ സോഫ്റ്റ്വെയർ കമ്മ്യൂണിറ്റികളും ഗിറ്റ്ലാബ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് റെസ്യൂമേലോ അല്ലെങ്കിൽ ഗിറ്റ്ലാബിലായി പോയി എന്ന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇടക്ക് റേഞ്ച് ചെറിയൊരു മിസ്റ്റേക്ക് വരുന്നുണ്ട്. കണക്ഷൻ പുവർ നോൺ ഒപ്റ്റിമലിലേക്കൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഗുഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഡയറക്റ്റ് ബന്ധമൊന്നുമില്ലെങ്കിലും പൈത്തൺ ആണോ ജാവാസ്ക്രിപ്റ്റ് ആണോ ഇപ്പോൾ ട്രെൻഡിങ് ലാംഗ്വേജ് എന്നൊരു ചോദ്യം. അത് ചക്കയാണോ മങ്ങയാണോ നല്ലതെന്ന് ചോദിക്കുന്ന പോലെയാണ്. രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്.
ജാവാസ്ക്രിപ്റ്റ് ആയിരിക്കും ഇത്രൂടെ ഹോട്ട് ലാംഗ്വേജ്, കാരണം അത് എല്ലാ സ്ഥലത്തും ഇപ്പൊ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്, ബാക്ക് എൻഡിലും ഫ്രണ്ട് എൻഡിലും ഒക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് രണ്ട് പഠിച്ചാലും ഗുണമുണ്ട്. എന്തായാലും ഇപ്പോഴത്തേക്കും ഒരു അടുത്ത 10 കൊല്ലത്തേക്കും ഇത് രണ്ടും നല്ല സ്കോപ്പുള്ള ലാംഗ്വേജുകളാണ്. അപ്പം നിങ്ങളുടെ താല്പര്യം പോലെ ഫ്രണ്ട് എൻഡിനെ കുറിച്ച് ഇത്തിരി താല്പര്യമുള്ള ഒരു എസ്തെറ്റിക് ഡിസൈൻ സെൻസ് ഒക്കെ കൂടുതലുള്ളവരാണെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് നല്ലതാണ്. അല്ല എന്നെ പോലെ പച്ച ബാക്ക്ഗ്രൗണ്ടിൽ ചുവന്ന ടെക്സ്റ്റ് ഒക്കെ ഇടുന്ന അത്രയും സൗന്ദര്യബോധമുള്ളവരാണെങ്കിൽ പൈത്തൺ പഠിച്ച് ബാക്ക് എൻഡ് കോഡ് എഴുതുന്നതിൽ ഒരു കുഴപ്പമില്ല. രണ്ടും പഠിക്കാവുന്ന ലാംഗ്വേജസ് തന്നെയാണ്. ഓക്കെ. പിന്നെ സനൂപ് ചോദിച്ചിരിക്കുന്നത് പ്രീമിയം ഓർ അതർ പെയ്ഡ് ഫീച്ചർ സിയിലേക്ക് വരുന്ന ഫ്ലോ എങ്ങനെയാണ് എന്നുള്ളതാണ്. പ്രീമിയം ഫീച്ചേഴ്സ് കമ്മ്യൂണിറ്റി എഡിഷനിലേക്ക് വരുമോ അതോ മൊത്തം അവിടെ നിൽക്കുമോ? അല്ല, വരും. അതിനുള്ള ഡിസിഷന് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, എന്റർപ്രൈസ് എഡിഷൻ വിൽക്കാൻ കാരണമായിട്ടുള്ള ഫീച്ചേഴ്സ് താഴത്തെ ലെവലിലേക്ക് വരാൻ ചാൻസ് കുറവാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു റീസൺ കൊണ്ടും ഈ ഒരു ഫീച്ചർ ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്റർപ്രൈസ് എഡിഷൻ വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഫീച്ചേഴ്സ് മാറില്ല. കാരണം ഫോർ പ്രോഫിറ്റ് കമ്പനിയാണ്. അത് ഒരു ഫാക്ടർ, ഒബ്വിയസ് ഫാക്ടർ. രണ്ടാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്റന്റഡ് യൂസർ ആരാണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരാണ്. ഒരു ഫീച്ചറിന്റെ യൂസർ ഒരു ഇൻഡിവിജ്വൽ ഡെവലപ്പർ ആണെങ്കിൽ അത് കമ്മ്യൂണിറ്റി എഡിഷനിലേക്ക് വരും. അതിന്റെ ഒരു എക്സാമ്പിൾ ഇപ്പം മെർജ് റിക്വസ്റ്റ് റിവ്യൂ എന്ന് പറഞ്ഞൊരു ഫീച്ചർ കമ്മ്യൂണിറ്റി എഡിഷനിലേക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വരുന്നുണ്ട്. അതിന്റെ കാരണം അത് വളരെ ചെറിയൊരു ഡെവലപ്മെന്റ് ടീമിന് പോലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിരുന്നു. അപ്പൊ അത് പ്രീമിയത്തിൽ നിൽക്കുന്നതിൽ ആർക്കും അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇന്റന്റഡ് യൂസർ ഇൻഡിവിജ്വൽ ഡെവലപ്പറോ അല്ലെങ്കിൽ ഒരു ചെറിയ ഡെവലപ്മെന്റ് ടീമോ ആയിരുന്നു. അപ്പൊ അത് താഴേക്ക് വന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 മാസം മുമ്പ് ഒരു 18 ഫീച്ചറുകൾ പ്രീമിയത്തിൽ നിന്ന് കമ്മ്യൂണിറ്റി എഡിഷനിലേക്ക് വന്നിട്ടുണ്ട്. ഒരു ബ്ലോഗ് പോസ്റ്റ് സെർച്ച് ചെയ്താൽ കാണാം. അതുപോലെ തന്നെ ഗിറ്റ്ലാബ് പേജസ് എന്ന് പറഞ്ഞ ഫീച്ചർ ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് ഫീച്ചർ ആയിരുന്നു. അത് എന്റർപ്രൈസ് എഡിഷൻ ആയിരുന്നു. അത് ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് പോലെ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഈ റീസൺസ് ഇതൊക്കെ തന്നെയാണ്. അത് കമ്മ്യൂണിറ്റി എഡിഷനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു മാറ്റം ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് കമ്പനിയുടെ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് തന്നെ നടക്കുന്നതാണ് ഈ റീവാലുവേഷനും അതുവഴിയുള്ള ടയർ ചേഞ്ചും. താഴേന്ന് ഒരിക്കലും മുകളിലേക്ക് പോവില്ല. ഓൾറെഡി ലോവർ ലെവലിലുള്ളത് സ്വതന്ത്ര സോഫ്റ്റ്വെയർ വേർഷനിലുള്ളത് ഹയർ വേർഷനിലേക്ക് പോവില്ല, അവിടെ നിന്ന് താഴേക്ക് മാത്രമേ വരുള്ളൂ. അല്ല, അപ്പൊ താഴെയുള്ളത് ഹയർ വേർഷനിൽ ഓൾറെഡി ഇല്ലേ? അങ്ങനെ അത് വേറെ സാധനമാണോ? രണ്ടും ഡിഫറെന്റ് ആണോ? ഫീച്ചറുകൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉണ്ടാകും. കോർ സാധനം ബേസിക് ഫങ്ഷനാലിറ്റി എപ്പോഴും താഴെ കാണും. പക്ഷെ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കോർ ഫീച്ചർ കമ്പനികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി എന്ന് വെക്കുക. എന്ന് പറഞ്ഞാൽ കമ്പനികളൊക്കെ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നു എന്ന് കണ്ടാൽ അതിനെ പെയ്ഡിലേക്ക് മാറ്റില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് മാത്രമേ വരുള്ളൂ. പെയ്ഡിൽ പോകുന്നെങ്കിൽ ഇതിന്റെ പുറത്ത് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഫീച്ചർ ആഡ് ചെയ്ത് അത് ചിലപ്പോൾ പെയ്ഡിൽ പോയേക്കാം. ആ സിയിലുള്ള ഫങ്ഷനാലിറ്റി ഒരിക്കലും സാക്രിഫൈസ് ചെയ്യില്ല പെയ്ഡിലേക്ക് പോകാൻ വേണ്ടി. അതാണ് പോളിസി. ഈ റീവാലുവേഷൻ എപ്പോഴും നടക്കുന്നതാണ്. അതിനങ്ങനെ ഒരു ടൈം ഫ്രെയിം ഒന്നും ഇല്ല. അത് ഞങ്ങളുടെ പ്രൊഡക്റ്റ് ടീം ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന പരിപാടിയാണ്. ഫ്രം വിർച്വൽ മെഷീൻ ഐ കാൻ ഏബിൾ ടു കമ്മിറ്റ് നോ? ചോദ്യം വന്നിട്ട് മനസ്സിലായില്ല. ഫ്രം വിർച്വൽ മെഷീൻ ഐ കാൻ ഏബിൾ ടു കമ്മിറ്റ്, വിർച്വൽ മെഷീനിൽ കമ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്നായിരിക്കോ? വിർച്വൽ മെഷീൻ കമ്മിറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ വിർച്വൽ മെഷീനിൽ നിന്ന് പുറത്തോട്ട് ഇന്റർനെറ്റ് കിട്ടുന്നുണ്ടോ എന്ന ചോദ്യമുണ്ട്. പിന്നെ നിങ്ങളുടെ ഗിറ്റ് ക്രെഡൻഷ്യൽസ് എല്ലാം കോൺഫിഗർ ചെയ്തിട്ടുണ്ടോ, യൂസർ നെയിമും പാസ്വേഡും ഒക്കെ കറക്റ്റ് ആണോ, ഇതൊക്കെ ശരിയാണ്. പറ്റുന്നില്ല എങ്കിൽ gitlab.com/gitlab.org/gitlab ഒരു ഇഷ്യൂ ഓപ്പൺ ചെയ്യുക. @Balasankar എന്ന് പറഞ്ഞാൽ എന്നെ പിങ് ചെയ്യാൻ പറ്റും. ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിച്ച് മറുപടി ആയിരുന്നു. റൈൽസ് ഉപയോഗിക്കുമ്പോഴുള്ള ചലഞ്ചസ് എന്തൊക്കെയാന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. കേട്ടില്ല, ഒന്നുകൂടെ ചോദിക്കോ? റൈൽസ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള ചലഞ്ചസ്.
ഒന്ന്, റെയിൽസ് അത്യാവശ്യം ഒരു ബീഫിയർ സാധനമാണ്, ഒരു അത്യാവശ്യം ലോഡുള്ള ഒരു ഐറ്റമാണ്. അപ്പം ഗുണം എന്താന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്കൊരു റണ്ണിങ് സാധനം കിട്ടും. നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഒരു മിനിമം വേർഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഒരു 15 മിനിറ്റ് 20 മിനിറ്റിന്റെ പണിയേ ഉള്ളൂ. പ്രശ്നം കൊതുകിനെ കൊല്ലാൻ AK-47 എടുക്കുന്ന പോലെയായിട്ട് ഫീൽ ചെയ്യാം. കാരണം അതൊരു അത്യാവശ്യം വലിയൊരു ഫ്രെയിം വർക്കാണ്. അതിന്റെ കൂടെ ഒരു ഡാറ്റാബേസ് വരുന്നു. ഇതൊക്കെ ലോഡ് ചെയ്യാൻ അത്യാവശ്യം ഒരു 1 GB 2 GB റാം വേണം. അപ്പം ആസ് എ ഫ്രെയിം വർക്ക് ഇറ്റ് ഈസ് വെരി ഈസി ടു സ്റ്റാർട്ട് വിത്ത്. പക്ഷെ അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ട്. മെമ്മറി ട്യൂണിംഗ് ഒക്കെ കുറച്ച് ചെയ്യാനുണ്ട്. ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ ഒരു രീതി ചിന്തിക്കണം. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നമായിട്ട് വന്നത് അതാണ്. മെമ്മറി വൈസ് വളരെ ഏറ്റവും മികച്ചതൊന്നുമല്ല. ഗോലാങ്ങിന് അല്ലെങ്കിൽ റസ്റ്റിന് ഇതിനേക്കാളും ബെറ്റർ ഫീച്ചേഴ്സ് ഉണ്ട് മെമ്മറി വൈസ്, മെമ്മറി യൂസേജ് കുറയ്ക്കാൻ പാകത്തിന്. പക്ഷെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എളുപ്പമുള്ള ലാംഗ്വേജ് റൂബി ആൻഡ് റെയിൽസ് ആയിരുന്നു. അതുമല്ല ഫീച്ചേഴ്സ് എളുപ്പത്തിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജും റൂബി ആൻഡ് റെയിൽസ് ആയിരുന്നു. പക്ഷെ ഇപ്പോ ഗോലാങ് ഒരു സിഗ്നിഫിക്കന്റ് പോർഷൻ ഗോലാങ്ങിലേക്ക് മാറുന്നുണ്ട്. എന്നാൽ വളരെ നെറ്റ്വർക്ക് എഫിഷ്യൻസി വേണ്ട സാധനങ്ങളൊക്കെ ഗോലാങ്ങിൽ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അപ്പം റെയിൽസ് ഉപേക്ഷിക്കുന്നു വെച്ചാൽ ഈ അടുത്തൊന്നും ഉപേക്ഷിക്കാൻ സാധ്യതയില്ല. കാരണം അത്രയും വലിയൊരു പ്രൊജക്റ്റ് ആണ്. അത് ഇപ്പോഴും വളരെ യൂസ്ഫുൾ ആണ്. ഓരോ പുതിയ വേർഷൻ വരുന്തോറും റെയിൽസിന്റെ എഫിഷ്യൻസി കൂടി വരുന്നുണ്ട്. പ്രശ്നം ഇതായിരുന്നു, അതൊരു അത്യാവശ്യം ഹെവി ഫ്രെയിം വർക്ക് ആണ്. എല്ലാവർക്കും അതിന്റെ ആവശ്യം വരില്ല. സ്മോളർ ഫ്രെയിം വർക്ക് വെച്ച് തുടങ്ങിയാലും കാര്യം തീരുന്ന ലെവലേ ഉള്ളൂ. അത്രേ പ്രശ്നമായിട്ട് പറയാനുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പൊ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് സ്പെക്കീഡ് ചോദിച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ഇപ്പോ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്നുള്ള ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മൾ ഗിറ്റ് ഹബ് എന്നല്ല, ഗിറ്റിൽ തന്നെ ഉള്ളതാണ് മാസ്റ്റർ ബ്രാഞ്ചും നമ്മൾ കൊടുക്കുന്ന ബ്രാഞ്ചുകളൊക്കെ. ഇപ്പൊ മാസ്റ്റർ സ്ലേവ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഗിറ്റ് ഹബ് ഒഴിവാക്കുകയാണ് എന്നുള്ളൊരു വാർത്ത വന്നിരുന്നു. അപ്പൊ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഗിറ്റ് ലാബിന്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്? ഓക്കെ, ഇതിലെ പബ്ലിക് ഇൻഫർമേഷൻ ആണ്. ഇത് എല്ലാ പ്രധാന ഗിറ്റ് സർവീസ് പ്രൊവൈഡേഴ്സും, ഗിറ്റ് ലാബ്, ഗിറ്റ് ഹബ്, ബിറ്റ് ബക്കറ്റ് എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരുടെയും താല്പര്യം ഇത് മാറ്റുക എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് കസ്റ്റമൈസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ യൂസർ ഒരു പുതിയ പ്രൊജക്ട് ഉണ്ടാക്കുമ്പോൾ അവർക്ക് ചൂസ് ചെയ്യാം എന്തായിരിക്കണം ഡീഫോൾട്ട് ബ്രാഞ്ചിന്റെ പേര്. മാസ്റ്റർ എന്നങ്ങ് തീരുമാനിക്കാതെ ആ ഒരു കസ്റ്റമൈസേഷൻ ഓപ്ഷൻ കൊടുക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ ഇന്റേണൽ പ്രൊജക്റ്റിൽ ഈ മാറ്റം വരുത്തുന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഗിറ്റ് സോഫ്റ്റ്വെയർ തന്നെ ഈ ഒരു മാറ്റം ഗിറ്റ് ഇനിറ്റില് കോൺഫിഗർ ചെയ്യാൻ രീതിയിൽ മാറ്റം വരുത്താൻ പോകുന്നു. അപ്പം ഞാൻ കണ്ടെടുത്തോളം എല്ലാ സർവീസ് പ്രൊവൈഡേഴ്സും എല്ലാ ടെക്നിക്കൽ സ്റ്റാക്കും ഇതിന് വളരെ സപ്പോർട്ടീവ് ആണ്. കാരണം ഇതിന്റെ പ്രശ്നം എല്ലാവർക്കും അറിയാം. ഈ ഒരു യൂസേജിന് ഇങ്ങനെ ഒരു വൃത്തികെട്ട ഹിസ്റ്ററി ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം അസോസിയേറ്റ് ചെയ്തേക്കുന്ന ഒരു യൂസേജ് ആണ്. അപ്പം ഈ ഒരു കസ്റ്റമൈസേഷൻ എന്തായാലും വരും. അതിന്റെ ഒപ്പം കുറച്ച് വർക്കും വരും കേട്ടോ. കാരണം ഇപ്പൊ ഇന്റർനെറ്റിലുള്ള ഡോക്യുമെന്റേഷൻ എല്ലാം മാറേണ്ടി വരും. കാരണം ഇതുവരെ എഴുതിയേക്കുന്നത് എല്ലാം ആ ഒരു മാസ്റ്റർ സ്ലേവ് ടെർമിനോളജി ഉപയോഗിച്ചാണ്. പക്ഷെ ചില കാര്യങ്ങൾ എന്താണ്, ഇറ്റ്സ് വർത്ത് ദി എഫേർട്ട്. ഈ മാസ്റ്റർ സ്ലേവ് ടെർമിനോളജി പേഴ്സണലി അത് പ്രോബ്ലമാറ്റിക് ആണ് പലർക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടില് സ്വന്തം വീട്ടിൽ സുഖമായിട്ടിരിക്കുന്നവർക്ക് അത് അത്ര ഫീൽ ചെയ്യുന്നില്ലെങ്കിലും വേറൊരു നാട്ടിൽ പോയി അല്ലെങ്കിൽ വേൾഡ് നാട്ടിലെ ഓപ്പറേഷൻസ് അറിയാത്തവർക്ക് ഇത് ഭയങ്കര ഓക്കെ ആണെങ്കിലും അത് നേരിടുന്നവർക്ക് ഈ ഒരു യൂസേജ് അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. അപ്പം ഞാൻ കണ്ട ഡിസ്കഷൻ വെച്ച് എല്ലാ ഗിറ്റ് സർവീസ് പ്രൊവൈഡേഴ്സും ഇത് മാറ്റാൻ ഓക്കെ ആണ്. എല്ലാവരും ഒരു കസ്റ്റമൈസേഷൻ ഓപ്ഷൻ കൊടുക്കാം എന്നുള്ള ഒരു പ്ലാനിലാണ്. പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഏറ്റവും താഴെത്തട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ആൻഡ് ഗേറ്റ്, നോൺ ഗേറ്റിലൊക്കെ അതിൽ തന്നെ ഈ പറയുന്ന മാസ്റ്റർ ആൻഡ് സ്ലേവ് സംഗതികളുണ്ട്. ഉണ്ട്. അപ്പം
എളുപ്പമാണെന്നല്ല, തെറ്റാണെന്നാണ് ആർഗ്യുമെന്റ്. മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില സ്ഥലങ്ങളിൽ മാറ്റാൻ പറ്റുകയില്ല. ഇമ്പോസിബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട്. പക്ഷെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഒരിക്കലും വെറുതെ അല്ല. അത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ് ഇത് മാറ്റണം എന്നുള്ളത്. അപ്പം പറ്റുന്നത്ര അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ് ലോജിക്കലി ആൻഡ് എത്തിക്കലി ശരിയായിട്ടുള്ള രീതി. ഇപ്പൊ പോലെ ഹാർഡ്വെയറിലൊക്കെ മാസ്റ്റർ സ്ലേവ് ടെർമിനോളജി മാറ്റാൻ നിന്നാൽ എത്രത്തോളം സക്സസ്ഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ എന്തൊക്കെ ബ്രേക്ക് ആവും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ചില കാര്യങ്ങൾ മാറിയേ പറ്റുള്ളൂ. അത് ഒരു സൈഡിൽ നിന്ന് മാറ്റി തുടങ്ങിയാൽ ആരെങ്കിലും ഒക്കെ എഫേർട്ട് എടുത്താലേ മാറുകയുള്ളൂ. അങ്ങനെ മാറും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. മാറട്ടെ. ഇത്തരം മൂവ്മെന്റ്സിലൂടെയാണ് പലതും മാറ്റിയിട്ടുള്ളത്. അതെ. മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത്, പ്രോഗ്രാമിംഗ് ടൂൾസ് സ്ക്രീൻ റീഡർ ആക്സസിബിലിറ്റി ഉണ്ടോ? പലതിനും ഇല്ല എന്നാണ് കേട്ടിരിക്കുന്നത് സുഹൃത്ത് ചോദിച്ചിട്ടുണ്ട്. പുതിയ ടൂൾസ്, ഇലക്ട്രോൺ ബേസ്ഡ് ടൂൾസിന്റെ കാര്യം എനിക്ക് അത്ര ഉറപ്പില്ല എത്രത്തോളം സപ്പോർട്ട് ഉണ്ടെന്ന്. പക്ഷേ പണ്ട് മുതലുള്ള എഡിറ്റേഴ്സ് വിമ്മിനും ഇമാക്സിനും ഒക്കെ ഓർക്ക സപ്പോർട്ടും സ്ക്രീൻ റീഡർ സപ്പോർട്ടും ഒക്കെ അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്ന വിഷ്വലി ചലഞ്ചഡ് ഡെവലപ്പേഴ്സ് ഒക്കെ ഉണ്ട് ഇത് യൂസ് ചെയ്യുന്നവർ. അപ്പം പുതിയ എഡിറ്ററുകളുടെ കാര്യം എനിക്ക് അത്ര ഉറപ്പില്ല, കാരണം ഞാൻ അത്ര അവെയർ ആയിട്ടുള്ള ഒരു മേഖലയല്ല. എല്ലാ കമ്പനികൾക്കും ആക്സസിബിലിറ്റി ഒരു അത്യാവശ്യം ഇമ്പോർട്ടന്റ് ഇഷ്യൂ ആണ്. അപ്പം എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാവരും ചിന്തിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇതെന്തായാലും. എത്രത്തോളം ഇംപ്ലിമെന്റ് ആയിട്ടുണ്ട് എന്ന് എനിക്കറിയാവുന്ന കാര്യമല്ല. ഓക്കെ, അപ്പൊ ഇത് ഓർക്കയുമായി ബന്ധപ്പെട്ട് ഞാൻ എപ്പോഴാണ് അത് ഓർത്തത്, നമ്മുടെ സുഹൃത്ത് ഇപ്പോൾ ഈ ചോദ്യം ചോദിച്ച സുഹൃത്ത് വിഷ്വലി ബ്ലൈൻഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം നമ്മുടെ ചാനൽ കൃത്യമായിട്ട് ഇരുന്ന് കാണുകയും അതിന് ഓരോ ലൈവ് കഴിഞ്ഞാൽ നമ്മളോട് വന്ന് കൃത്യമായിട്ട് അഭിപ്രായം പറയുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഓർക്ക അവർ യൂസ് ചെയ്യുന്നത് ഓർക്ക തന്നെയാണ്. അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഉബുണ്ടു ഒരാൾ പ്രത്യേകം കസ്റ്റമൈസ് ചെയ്തൊരു ഉബുണ്ടു ആണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർ പറയും ഓർക്കയിൽ അപ്ഡേറ്റ് കൃത്യമായിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഈ ഓർക്ക എന്നുള്ളത് ഗ്നോം അല്ലേ കൈകാര്യം ചെയ്യുന്നത്? ഗ്നോം സോഫ്റ്റ്വെയർസ് അതെന്നാണ് എന്റെ ഓർമ്മ. എനിക്ക് കൃത്യമായിട്ട് ഞാൻ നോക്കിയപ്പോ അങ്ങനെ കണ്ടായിരുന്നു. അപ്പൊ അതില് പുതിയ അപ്ഡേറ്റ്സ് ഡയറക്റ്റ് കിട്ടാനുള്ള മാർഗം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും PPA പോലെ എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടോ? എങ്ങനെയാണ് അവർക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുക? ഗ്നോം പ്രൊജക്ടുകളെല്ലാം നോർമലി ഫോളോ ചെയ്യുന്ന ഒരു റിലീസ് പ്രോസസ് ഉണ്ട്. അവർ റിലീസ് ചെയ്യുക, എല്ലാ ഡിസ്ട്രിബ്യൂഷൻസും പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ള രീതിയാണ്. പക്ഷെ അവിടെ ആക്റ്റീവ് പ്രൊജക്ട്സ്, അത്ര ആക്റ്റീവ് അല്ലാത്ത പ്രൊജക്ട്സ്, അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പം ജീനി എന്ന് പറയുന്ന മെയിൽ ക്ലയന്റ് 2 കൊല്ലത്തോളം വളരെ പരിതാപകരമായ അവസ്ഥയിൽ കിടന്നിട്ടാണ് പെട്ടെന്നൊരു 4 മാസം കൊണ്ട് ഒരു വേർഷൻ 1 ഇറങ്ങി വളരെ റിലേറ്റീവ്ലി ബെറ്റർ സിറ്റുവേഷനിലേക്ക് വന്നത്. അപ്പം പിന്നെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രൊജക്ടുകൾക്ക് എല്ലാം ഉള്ള ഒരു പ്രശ്നം, ഇതൊരു വോളണ്ടിയർ ബേസ്ഡ് എഫർട്ട് ആണ്. അപ്പം എന്തിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് ഇൻഡിവിജ്വൽ ഡെവലപ്പർ അല്ലെങ്കിൽ ആ പ്രൊജക്ട് തീരുമാനിക്കുന്ന കാരണം പ്രയോറിറ്റി പ്രശ്നമുണ്ട്. ഏത് പ്രൊജക്ടിനാണ് കൂടുതൽ റിസോഴ്സ് പോകുന്നത്, അല്ലെങ്കിൽ ഏത് പ്രൊജക്റ്റാണ് കൂടുതൽ ആൾക്കാർക്ക് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് എന്ന ചോദ്യമൊക്കെ വരുന്നുണ്ട്. ഓർക്കയുടെ കാര്യം എനിക്ക് നോക്കാണ്ട് അറിയില്ല ഗ്നോമിന്റെ റോഡ് മാപ്പ് എന്താണെന്ന്. ഓക്കെ അതിന്റെ അന്ന് ശ്രദ്ധിച്ചായിട്ടുള്ള ലൈവിനകത്ത് ഓർക്ക ഒരാൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന്, ഡെബിയൻ ഡെവലപ്പറിൽ തന്നെ ഒരാൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഡെബിയൻ പ്രൊജക്ട് ലീഡർ, ഇതിന്റെ മുമ്പത്തെ ഡെബിയൻ പ്രൊജക്ട് ലീഡർ വിഷ്വലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ആളായിരുന്നു. മൂപ്പരപ്പം ഇതാണ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാവുന്ന കുറെ ആൾക്കാരും ഉണ്ട് കേരളത്തിൽ തന്നെ. സത്യശീലൻ മാഷ്, കാസർഗോഡുള്ള മാഷൊക്കെ ഓർക്ക യൂസ് ചെയ്യുന്നുണ്ട്. കൃഷ്ണകാന്ത് മാനെ, ഗ്നൂക്കാട്ടയുടെ കോ ഡെവലപ്പർ, ആള് ഓർക്ക യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓർക്കയുടെ ബീറ്റ ടെസ്റ്റർ അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു. അപ്പം അത് അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ജിറ്റ്സിയിൽ മെസ്സേജ് ആയിട്ടുണ്ടോ നോക്കാം, കുറച്ച് വലുതാ വായിക്കണ്ടല്ലോ. ഓക്കെ, ഒരു സെക്കൻഡ്. Okay, could you please share about your preparations and interview process of GitLab? Okay, GitLabലെ ജോലിക്ക് ഉള്ള ഇന്റർവ്യൂ പ്രോസസ്സിനെ പറ്റിയാണ്. ഏറ്റവും എളുപ്പമുള്ള ഉത്തരം GitLab ഹാൻഡ്ബുക്ക് ഇന്റർവ്യൂ എന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്ന ആദ്യത്തെ എൻട്രി ഞങ്ങളുടെ പബ്ലിക് ഹാൻഡ്ബുക്ക് ആയിരിക്കും. അതിൽ ഓൾമോസ്റ്റ് എല്ലാം വളരെ വിശാലമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ്, എന്ത് ചോദിക്കണേന്നല്ല, എങ്ങനത്തെ റൗണ്ടുകളായിരിക്കും പോകുന്നത് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ റൗണ്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ HR റൗണ്ട്, ബിഹേവിയറൽ റൗണ്ട് എന്താണ്, ഇതൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടാവും. പ്രിപ്പറേഷൻ ഇൻ ദ സെൻസ് ഒരു ഇനിഷ്യൽ സ്ക്രീനിങ് ഉണ്ട്. ഐ മീൻ വളരെ ബേസിക് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു വളരെ ബേസിക് ടെക്നിക്കൽ ഇത്. അത് കഴിഞ്ഞു വരുന്നത് ഒരു ആക്ച്വൽ ടെക്നിക്കൽ റൗണ്ട് ആണ്. ടെക്നിക്കൽ റൗണ്ടിൽ GitLabലെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ഫീച്ചർ റിക്വസ്റ്റ് എടുത്ത് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുക, അത് ആ ഫീച്ചർ ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് ടെക്നിക്കൽ റൗണ്ട്. ഇന്റർവ്യൂവിന്റെ സമയം കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നല്ല, നോക്കുന്നത് എങ്ങനെയാണ് ഒരാൾ ചിന്തിക്കുന്നത്, ആ ഒരു പ്രോബ്ലത്തിനെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നത്, ഏതൊരു ആംഗിളിൽ നിന്നാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നതെന്നൊക്കെയാണ് നോക്കുന്നത്. ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് വീട്ടിലൊക്കെ പോയി പതുക്കെ ഇരുന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് റിക്വസ്റ്റ് അയച്ചാൽ മതി. പക്ഷെ ഒരു ടെക്നിക്കൽ റൗണ്ട് അങ്ങനെയുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളത് ബിഹേവിയറൽ റൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ടീമുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഇതിനു മുമ്പിലത്തെ കമ്പനികളിൽ എന്തായിരുന്നു, എന്തുകൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത്, അല്ലെങ്കിൽ പിന്നെ GitLabന്റെ വാല്യൂസ്, ഈ ഒരു ഇത്രയും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളൊരു കമ്പനി, ഫുള്ളി റിമോട്ട് ആയിട്ടുള്ളൊരു കമ്പനി, ഇതിലൊക്കെ വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി എങ്ങനെയാണ്, സെൽഫ് ഡ്രിവൺ ആണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ടൊരു ബിഹേവിയറൽ ഇന്റർവ്യൂ ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഇന്റർവ്യൂസ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്നാൽ ടെക്നിക്കലി കുറച്ചുകൂടെ എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഒരു അടുത്ത റൗണ്ടിൽ ടെക്നിക്കൽ ചോദ്യങ്ങളായിരിക്കും. ഇതേപോലെ ഒരു ഇഷ്യൂ ഡെവലപ്മെന്റ് ആയിരിക്കില്ല, പക്ഷെ ഡിസ്കഷൻസ് ടെക്നിക്കൽ സാധനങ്ങളെ പറ്റി ആയിരിക്കും. അപ്പം ബേസിക്കലി പ്രധാന സാധനം GitLabൽ ഒരു ഫീച്ചർ ആയിരിക്കും മിക്കവാറും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറയുന്നത്. GitLabൽ ഒരു ഓപ്പൺ ഇഷ്യൂ അസൈൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഇഷ്യൂസിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്ത് അത് വർക്ക് ചെയ്യാനായിരിക്കും പറയുന്നത്. പിന്നെ ഉള്ളത് GitLab ആസ് എ കമ്പനി, GitLabന്റെ ഫിലോസഫിയും GitLabന്റെ വാല്യൂസുമായിട്ടൊക്കെ എത്ര സിങ്ക് ആവുന്നു എന്നുള്ളത് നോക്കാനാണ്. വേ ഓഫ് ലേണിംഗ് ആൻഡ് പ്രിപ്പറേഷൻസ്, അത് ആക്ച്വലി ഉത്തരം പറയാൻ അത്ര എളുപ്പമല്ല. കാരണം പ്രത്യേകിച്ച് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലുള്ളവർക്ക് പരിചിതമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ പ്രോസസ് അല്ല പുറത്തെ പല കമ്പനികളിലും, GitLab അടക്കം. പറഞ്ഞാൽ നമുക്ക് നാട്ടിലെ ബിഗ് 4 കമ്പനീസിലെല്ലാം ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആദ്യം ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, പിന്നെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ, പിന്നെ ഒരു ടെക്നിക്കൽ പേന പേപ്പർ ഉപയോഗിച്ച് അരെ റിവേഴ്സ് ചെയ്യാനും ക്വിക്ക് സോർട്ട് എഴുതാനും ഒക്കെ പറയുന്ന ഒരു ടെക്നിക്കൽ റൗണ്ട്, പിന്നെ ഒരു HR ഇന്റർവ്യൂ. അപ്പം ആ ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റ് മോഡലിലല്ല ഈ ഇന്റർവ്യൂസ് ഒന്നും വർക്ക് ചെയ്യുന്നത്. ബേസിക്കലി യു പ്രൂവ് ദാറ്റ് യു ഹാവ് ദി ടെക്നിക്കൽ സ്കിൽ, ഓൾ ദാറ്റ് ഇത് പ്രൂവ് ചെയ്യലാണ് GitLabലെ. എന്റെ എക്സ്പീരിയൻസിലെ GitLab ഇന്റർവ്യൂസ് എല്ലാം അങ്ങനെയാണ്. എന്നാൽ നിങ്ങൾ ഡിഗ്രി ഉണ്ടോ അല്ലെങ്കിൽ ഏത് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് പഠിച്ചത് എന്നതിനൊന്നും വലിയ കാര്യമില്ല. പക്ഷെ ഈ പറയുന്ന ടെക്നോളജി നിങ്ങൾക്ക് അറിയാമോ? റൂബി റെയിൽസ് സൈഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ റൂബി നിർബന്ധമാണ്. അതേ ഉള്ളൂ ഒരു മാൻഡേറ്ററി ആയിട്ട് പറയുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് ഈ ടെക്നോളജി അറിയാമോ, അതിനെപ്പറ്റി പഠിക്കാൻ പറ്റുമോ എന്നുള്ള സ്കില്ലേ നോക്കുകയുള്ളൂ. അല്ലാണ്ട് ബാക്ക് പേപ്പർ ഉണ്ടോ അല്ലെങ്കിൽ സപ്ലി ഉണ്ടോ, എത്ര ഏത് കോളേജാണ്, ഇതൊന്നും അധികം നോക്കില്ല. റൗണ്ട്സ് ഏതൊക്കെയാന്ന് അറിയണമെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി. GitLab ഹാൻഡ്ബുക്ക് ഇന്റർവ്യൂ എന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്ന ആദ്യത്തെ 2-3 റിസൾട്ട് ഞങ്ങളുടെ പബ്ലിക് ഹാൻഡ്ബുക്ക് ആയിരിക്കും. അതിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. മറ്റൊരു ചോദ്യം അശ്വിനം ഗുപ്തയുടെയാണ്. പൊതുവെ
ഒരുപാട് പേര് ചോദിച്ചു കേട്ടുള്ള ചോദ്യമാണ്. ഓപ്പൺ സോഴ്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ, ഫ്രീ സോഫ്റ്റ്വെയർ എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റ് നമ്മൾ ഓപ്പൺ സോഴ്സ് ആക്കുക, അല്ലെങ്കിൽ സോഴ്സ് കോഡ് ഓപ്പൺ ആക്കുകയാണെങ്കിൽ അതിന്റെ സെക്യൂരിറ്റിക്ക് ഒരു ഭീഷണിയല്ലേ എന്നാണ് ചോദ്യം. അതായത് ഇപ്പോൾ ചെറിയൊരു പ്രൊജക്റ്റാണ്, ചെറിയ പ്രൊജക്റ്റ് ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് എല്ലാവരും വന്നിട്ട് സെക്യൂരിറ്റി പാച്ച് ചെയ്യുക, എല്ലാവരും ക്ലോൺ ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ അത്തരത്തിൽ കിടക്കുന്ന ഒരു സാധനം വേറെ ആൾക്ക് കണ്ടു കഴിഞ്ഞാൽ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൂടെ എന്നുള്ളൊരു ചോദ്യം ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പം അതില് കറണ്ട് പോയല്ലോ. കണ്ടിന്യൂ. ഓക്കെ, അതില് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ചെറിയ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലും ഉണ്ട്. യൂസേഴ്സ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നിൽക്കുന്നവരും കണ്ടുപിടിക്കുന്നത്. ചെയ്തിട്ട് ഗുണമുള്ള സാധനം എക്സ്പ്ലോയിറ്റ് ചെയ്യാനേ പലരും നോക്കുകയുള്ളൂ. അതേസമയം ഓപ്പൺ ആയതും കൊണ്ട് സെക്യൂരിറ്റി പ്രശ്നങ്ങൾ വളരെയധികം കൂടും എന്നുള്ളത് തിയററ്റിക്കലി പ്രൂവ് ചെയ്തെങ്കിലും കണ്ടിട്ടില്ല. കാരണം നിങ്ങൾ എഴുതുന്ന കോഡ് ഇപ്പൊ പുതിയതായിട്ട് വരുന്ന എല്ലാ ഫ്രെയിംവർക്കുകളും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബേസിക് ബെഞ്ച് മാർക്ക് അത്യാവശ്യം സെക്യൂർ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് തുടങ്ങുന്നത്. ഒരു കോമൺ പ്രശ്നങ്ങളെല്ലാം കവർ ചെയ്തുകൊണ്ടാണ് എല്ലാ പ്രൊജക്റ്റുകളും തുടങ്ങുന്നത് തന്നെ. കാരണം ആരും ഫ്രം സ്ക്രാച്ച് കോഡ് എഴുതാറില്ല. ഇപ്പം സീരിയസ് പ്രൊജക്റ്റുകളൊക്കെ ഏതെങ്കിലും ഫ്രെയിംവർക്ക് യൂസ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ അതിലൊക്കെ പല സെക്യൂരിറ്റി ഫീച്ചറുകളും ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. പക്ഷെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആക്കിയതും കൊണ്ട് അങ്ങനെ വൾനറബിലിറ്റി കൂടുന്നു എന്നുള്ളത് ഞാൻ അത്ര കോൺക്രീറ്റ് ആയിട്ട് എവിടെയും കണ്ടിട്ടില്ല. പിന്നെ ചെയ്യാവുന്ന കാര്യം, നിങ്ങൾക്ക് ഡെവലപ്മെന്റ് ഫേസിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ആക്ച്വലി ഇറ്റ് ഈസ് ഓക്കെ. അതത്ര പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളത് റിലീസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു പബ്ലിക് യൂസിന് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ യൂസേഴ്സിന് എത്തുമ്പോൾ അത് സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് എന്നൊന്ന് കൺഫേം ചെയ്താൽ മതി. ഡെവലപ്മെന്റ് ഫേസിൽ എല്ലാവർക്കും ഓപ്പൺ ആയിട്ട് ചെയ്യാൻ കംഫർട്ടബിൾ ആവണം എന്നില്ല. അതാണ് ഏറ്റവും നല്ലത്. കാരണം ആ ഫേസിലെ ആൾക്കാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ ഓപ്പൺ ആണെങ്കിൽ നിങ്ങൾക്ക് സജഷൻസോ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസോ, എക്സ്പ്ലോയിറ്റേഷൻ വരുന്ന പോലെ തന്നെ സജഷൻസും വരാം. ഇത് രണ്ടും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ മാത്രം ആൾക്കാർ നോക്കിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും അല്ല. ഇൻട്രസ്റ്റിംഗ് പ്രൊജക്റ്റുകൾ വൈറലാവാൻ അത്ര സമയമൊന്നും വേണ്ട. പക്ഷെ ഈ പറഞ്ഞ പോലെ ഡെവലപ്മെന്റ് ഫേസിൽ നിങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ 100% കംഫർട്ടബിൾ അല്ലെങ്കിൽ അതത്ര നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ആക്കിയാൽ വളരെ നല്ലത്. അല്ലെങ്കിൽ റിലീസ് ചെയ്യുമ്പോൾ ഒരു ഓപ്പൺ ലൈസൻസ്, അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര ലൈസൻസ് റിലീസ് ചെയ്യുക. ആൾക്കാരെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എനേബിൾ ചെയ്യുക. എന്നാൽ മെർജ് റിക്വസ്റ്റുകളൊക്കെ പതിവായിട്ടൊന്ന് നോക്കുക, അതിനൊക്കെ റെസ്പോണ്ട് ചെയ്യുക, ഇഷ്യൂസിനൊക്കെ റെസ്പോണ്ട് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്താൽ ഓൾമോസ്റ്റ് പ്രൊജക്റ്റുകൾ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നതാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. എൻ്റെ പ്രൊജക്റ്റുകൾ ഞാൻ ഡെവലപ്പ് ചെയ്ത സാധനങ്ങളിൽ എനിക്ക് സജഷനും ഫീച്ചറും മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ. എക്സ്പ്ലോയിറ്റേഷൻ ഒന്നും കാര്യമായിട്ട് വന്നിട്ടില്ല. ആൾക്കാർ നോക്കാത്തതുകൊണ്ടാണോന്ന് അറിയില്ല. പക്ഷെ അത് ഈ ഒരു ആർഗ്യുമെന്റ് 100% തെറ്റൊന്നുമല്ല. പക്ഷെ കുറെയൊക്കെ ഒരു ഫിയർ, അൺസർട്ടനിറ്റി, ഡൗട്ട് ആണ്. കാരണം നല്ല കാര്യങ്ങൾ വളരെ കൂടുതലാണ് ഇത് ചെയ്യുന്നതും കൊണ്ട് സംഭവിക്കുന്നത്. സെക്യൂരിറ്റി പ്രോബ്ലം വരികയാണെങ്കിൽ തന്നെ കമ്പയർ ടു ഫീച്ചറുകളും അല്ലെങ്കിൽ സജഷൻസും ഒക്കെ വന്നത് വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ഓപ്പൺ സോഴ്സ്. ഇതാണ് പേഴ്സണൽ സജഷൻ. ഓക്കെ, ഇടയ്ക്ക് ഇവിടെ കറണ്ട് പോയായിരുന്നു. ഭാഗ്യത്തിന് കൃത്യമായി തീരുന്നതിന് തൊട്ട് മുമ്പ് കറണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ചോദ്യങ്ങൾ പിന്നെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കാം. അപ്പോൾ പേഴ്സണലി ഇപ്പോൾ ചക്കയാണ് വാങ്ങണത്. പേഴ്സണലി ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് കൂടുതൽ ഇഷ്ടം? അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കാവും നമ്മൾ അത്യാവശ്യമുള്ള ടാസ്കുകളൊക്കെ ചെയ്യാനായിട്ട് നല്ലത് ഏതായിരിക്കും? ടാസ്കുകൾ ബാക്ക് എൻഡ് സ്പെസിഫിക് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കലോ അങ്ങനത്തെ ഒന്നുമല്ല, സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ലെവലിലോ അല്ലെങ്കിൽ ബാക്ക് എൻഡ് നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ എളുപ്പത്തിൽ തുടങ്ങാവുന്ന ലാംഗ്വേജ് പൈത്തണും റൂബിയാണ്.
ഞാൻ തുടങ്ങിയത് പൈത്തൺ ഡെവലപ്പർ ആയിട്ടാണ്. പക്ഷെ ഇപ്പൊ ജോലിയുടെ ആവശ്യം റൂബി ആയതുകൊണ്ട് ഇപ്പൊ കൂടുതലും റൂബിയിൽ എഴുതുന്നേ ഉള്ളൂ. ഇത് രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ലാംഗ്വേജസ് ആണ്. സിന്റാക്സിൽ ഇത്തിരി മാറ്റമുണ്ട്, ഒരു ബേസിക് ഫിലോസഫിയിൽ ഇത്തിരി മാറ്റം ഉണ്ടെന്നല്ലാതെ പഠിക്കാനുള്ള ബുദ്ധിമുട്ടും എളുപ്പവും ഒക്കെ ഓൾമോസ്റ്റ് കമ്പയറബിൾ ആണ്. ഫ്രണ്ട് എൻഡിലാണെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വളരെ വേഗമായിട്ടുള്ളൊരു ഉത്തരമാണ്. ഏതെങ്കിലും ഒരു പുതിയ ജാവാസ്ക്രിപ്റ്റ് ഫ്രെയിംവർക്ക് നോക്കുക, വ്യൂ അല്ലെങ്കിൽ റിയാക്റ്റോ അതിലേതെങ്കിലും നോക്കുക എന്നായിരിക്കും റെക്കമെൻഡേഷൻ. ഇത്തിരൂടെ ഇപ്പൊ ഞാൻ കാണുന്നതിൽ കൂടുതൽ ആൾക്കാർ ഇപ്പൊ ജാവാസ്ക്രിപ്റ്റിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. കാരണം അതും ബാക്ക് എൻഡിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഫ്രണ്ട് എൻഡിൽ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ മൊബൈൽ ഫസ്റ്റ് ഒക്കെ ആയി കഴിഞ്ഞു നമ്മുടെ ഇൻഡസ്ട്രി. ഇപ്പം കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുമെന്നല്ല ആദ്യം നോക്കുന്നത്, മൊബൈലിൽ വൃത്തിയായിട്ട് വർക്ക് ചെയ്യുമോ. അപ്പൊ ആ ഒരു ക്രോസ് പ്ലാറ്റ്ഫോം സപ്പോർട്ടൊക്കെ ജാവാസ്ക്രിപ്റ്റിന് ഇത്തിരി കൂടുതലുണ്ട്. അപ്പം പേഴ്സണൽ താല്പര്യം പോലെ എനിക്ക് ഫ്രണ്ട് എൻഡ് വർക്ക് ചെയ്യാൻ വലിയ പിടിയും ആ ഒരു മൈൻഡ് സെറ്റ് അല്ലാത്തത് കൊണ്ട് ഞാൻ ബാക്ക് എൻഡ് റൂബിയും പൈത്തണും താല്പര്യം കാണിച്ചു എന്നേ ഉള്ളൂ. ഇപ്പൊ എന്താണ് ജാവാസ്ക്രിപ്റ്റ്, പൈത്തൺ, റൂബി ഇതൊക്കെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ആ ഒരു പ്രോഗ്രാമിംഗ് എഫിഷ്യന്റ് ആയിട്ട് പ്രോഗ്രാം ചെയ്യണം, അല്ലെങ്കിൽ ഇതിലൂടെ തിയററ്റിക്കൽ സൈഡിലേക്കൊക്കെ നോക്കുന്നുണ്ട് എന്നാണെങ്കിൽ, അല്ലെങ്കിൽ അത്രയും ഹെവി പ്രോഗ്രാമിങ് അത്രയും യൂസേജ് ഒക്കെ വരുന്ന സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ ഗോലാങ്ങോ റസ്റ്റോ അങ്ങനത്തെ ലാംഗ്വേജ് ഒക്കെ നോക്കാം. ആസ് എ ബിഗിനർ പ്രോഗ്രാമിംഗ് ആദ്യമായിട്ട് പഠിക്കണം, എങ്ങനെയാണ് പ്രോഗ്രാമിംഗ്, ഈ ഒരു പരിപാടി എന്താണെന്ന് അറിയാനാണെങ്കിൽ പൈത്തൺ, റൂബി അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ മുമ്പ് വന്നിട്ടുണ്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല, സനൂപ് ചോദിച്ചതായിരുന്നു. വർക്ക് ഫ്രം ഹോമിന് എങ്ങനെയാണ് കാണുന്നത്, അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് ഇതില് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് എക്സ്പീരിയൻസ് ഓഫ് വർക്ക് ഫ്രം ഹോം. അതില് ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. ഞാൻ വർക്ക് ഫ്രം ഹോം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഒരു ഓഫീസിൽ പോയി ജോലി ചെയ്യാത്ത ഒരാളാണ്. അപ്പം കമ്പാരിസൺ എങ്ങനെയാണെന്ന് എനിക്ക് എന്റെ പെർസ്പെക്റ്റീവേ പറയാൻ പറ്റൂ. ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ്. നിങ്ങൾക്ക് സൗകര്യം അനുസരിച്ച് ജോലി ചെയ്യാം. ഇപ്പം ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യണ കാരണം വീട്ടുകാർക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാലോ അല്ലെങ്കിൽ അവരെ കൊണ്ട് ഇപ്പൊ ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നാലോ ഒക്കെ എനിക്കത് എളുപ്പത്തിൽ പറ്റും. കാരണം എനിക്കതനുസരിച്ച് എന്റെ വർക്ക് അവേഴ്സ് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു പേഴ്സണലി ഞാൻ കാക്കുന്നത് എത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് എത്രയും കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും പ്രൊഡക്റ്റീവ് ആവും നിങ്ങൾ എന്നുള്ളതാണ്. പക്ഷെ ഇതിന്റെ കൂടെ തന്നെ പറയേണ്ടതാണ്, ഒരു സെൽഫ് ഡിസിപ്ലിൻ, സെൽഫ് മോട്ടിവേഷൻ എന്നുള്ളത് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ്. കാരണം ഒറ്റയ്ക്കിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളുണ്ട്. മടി മാത്രമല്ല, വേറെ ആൾക്കാരോട് സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ ടച്ച് ഇല്ല എന്നുള്ളതിന്റെ മാനസിക പ്രശ്നമൊക്കെ ഉണ്ടാവാം. പക്ഷെ അപ്പം അതിനു വേണ്ടി നമ്മൾ എഫർട്ട് ഉണ്ട്. കമ്പനിയിൽ പോവുകയാണെങ്കിൽ അത് നമ്മളറിയാണ്ട് നടക്കും. നമ്മൾ ഇവിടെ നിന്ന് അവിടം വരെയുള്ള യാത്രയിൽ അല്ലെങ്കിൽ അവിടെ ചെന്ന് കൊളീഗ്സിന്റെ കൂടെ ചായ കുടിക്കാൻ പോകുമ്പോഴൊക്കെ ഇത് ഓട്ടോമാറ്റിക്കലി നടക്കും. വർക്ക് ഫ്രം ഹോം ആകുമ്പോൾ നമ്മൾ ആ ഒരു സോഷ്യൽ ഇന്ററാക്ഷന് നമ്മൾ എഫർട്ട് ഇട്ട് നമ്മൾ ചെയ്യണം. ഓക്കെ, ഇത് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ആ ഒരു സെൽഫ് ഡിസിപ്ലിനും മോട്ടിവേഷനും വേണം. പിന്നെ വീട്ടിലിരിക്കാൻ താല്പര്യമുള്ളവർക്ക് പരമസുഖമുള്ള പരിപാടിയാണ്. എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുന്നതിനോട് വലിയ ആഗ്രഹമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ എളുപ്പമുള്ള പരിപാടിയാണ്. യാത്രയുടെ ബുദ്ധിമുട്ട്, എനിക്കിപ്പം കൊച്ചിയിലായിരുന്നു ജോലിയെങ്കിൽ ഞാൻ രാവിലെ ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് അവിടെ എത്തുമ്പോഴത്തേക്കും വയ്യാണ്ടാവും. പിന്നെ ഇപ്പൊ പോലെ തലേ ആവശ്യമുള്ള പണി കഴിഞ്ഞ് തിരിച്ചു വന്ന് വീട്ടിലെത്തുമ്പോഴത്തേക്കും ഏതാണ്ട് ഗ്യാസ് തീരുന്ന അവസ്ഥയായിട്ടുണ്ടാവും. അപ്പം ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാം. ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലായ വേറൊരു കാര്യം, കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ വർക്ക് ഫ്രം ഹോം ഒരു ഉപകാരമാണ്. എന്ന് പറഞ്ഞാൽ കുട്ടികളെ നോക്കാം, അല്ലെങ്കിൽ അവയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന ടൈം ആവശ്യത്തിന് സമയം കിട്ടും. മറ്റേത് ജോലിയും കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്കും പിള്ളേർ ഉറങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അവരുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത് വീക്കെൻഡ് മാത്രമാണ്. അപ്പം ആ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ആൾക്കാർക്ക് ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്തുകൊണ്ട് പ്രൊഡക്ടിവിറ്റി കുറയാതെ തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. പല കമ്പനിയും പെട്ടെന്ന് വർക്ക് ഫ്രം ഹോം ആയതാണ്, ഒരു പ്രോസസ്സും പോളിസി ഒന്നും ഇല്ലാണ്ടായവരാണ് പല കമ്പനിയും. ബട്ട് സ്റ്റിൽ ഓക്കെ, ഇത് വർക്ക് ചെയ്യും.
ആൾക്കാർ വീട്ടിലിരുന്ന് ചുമ്മാ സിനിമ കണ്ട് സമയം കളയുക മാത്രമല്ല, ജോലി നടക്കും എന്ന കമ്പനികൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സംസാരിച്ചപ്പോ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ കമ്പനികളിലെ ഇത്തിരി എക്സിക്യൂട്ടീവ് ലെവലിലുള്ളവയുടെ ഒക്കെ പ്രശ്നം, ഒരു ദിവസം വർക്ക് ഫ്രം ഹോം കൊടുത്താൽ അവർ അതും കൂടി ഒരു ഹോളിഡേ ആക്കും എന്നൊരു ആർഗ്യുമെന്റ് ആയിരുന്നു. വെള്ളിയാഴ്ച വർക്ക് ഫ്രം ഹോം കൊടുത്താൽ വെള്ളി ശനി ഞായർ അവധി എന്നുള്ള രീതിയിൽ അങ്ങ് പോവും, ആരും ജോലി ചെയ്യില്ലാത്തായിരുന്നു. പക്ഷെ കൊറോണ വന്ന് എല്ലാ ദിവസവും വീട്ടിലിരിപ്പായപ്പോ ഓക്കെ, ജോലി ചെയ്യാണ്ട് നടക്കൂല. ഈ പറഞ്ഞതിനൊക്കെ സമയം കിട്ടും, പക്ഷെ നിങ്ങൾക്ക് ജോലി ചെയ്യാനും സമയമുണ്ട്, നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി പോവാണ്ട് തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റും, അത്രയും ഫ്ലെക്സിബിൾ ആണ് എന്നിപ്പോ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ആക്ച്വലി ഒരു വളരെ നല്ല കാര്യമാണ്. ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആയ എല്ലാ കമ്പനിയും ഓക്കെ ഇത് അടിപൊളിയാണ്, ഇനി അങ്ങോട്ട് ഇത് കണ്ടിന്യൂ ചെയ്യും എന്നൊന്നുമല്ല. പക്ഷെ പല കമ്പനികൾക്കും ചിന്തിക്കാൻ ഒരു സ്പാർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് വർക്ക് ചെയ്യുമെങ്കിൽ ഇതല്ലേ നല്ലത്. കാരണം കമ്പനിക്ക് ലാഭ, ഒരു കെട്ടിടം എടുക്കണ്ട, അതിന്റെ വാടക, മെയിൻ്റനൻസ്, യൂട്ടിലിറ്റി, ട്രാൻസ്പോർട്ടേഷൻ, ഈ പരിപാടി ഒന്നും വേണ്ട. ആൾക്കാര് പ്രൊഡക്ടിവിറ്റി കൂടുകയാണ്. കംഫർട്ട് സോണിന്റെ അകത്തിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടുകയാണ്. അത്യാവശ്യം എല്ലായിടത്തും നല്ല ഇന്റർനെറ്റ് ഉള്ളത് കൊണ്ട് കണക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു പ്രശ്നവും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ അത്ര മോശമല്ലാത്ത ഇന്റർനെറ്റ് ഇപ്പോ മിക്ക സ്ഥലത്തും ഉണ്ട്. വളരെ റൂറൽ ഏരിയാസ് അല്ലാതെ ആക്സസ് ടു ഇന്റർനെറ്റ് സിറ്റീസിൽ അല്ലെങ്കിൽ ടൗൺസിലെങ്കിലും വളരെ നന്നായിട്ടുണ്ട്. അപ്പം എന്റെ എക്സ്പീരിയൻസ് ഇത് വളരെ ഫ്ലെക്സിബിളും വളരെ കംഫർട്ടബിളും ആയിട്ടുള്ള ഒരു പരിപാടിയാണെന്നുള്ളതാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാൻ എഫർട്ട് എടുക്കേണ്ടി വരുന്നുണ്ട്. ഒരു സോഷ്യൽ ഇന്ററാക്ഷന് വേണ്ട എഫർട്ട്, എനിക്ക് സെൽഫ് ഡിസിപ്ലിന് വേണ്ട എഫർട്ട് ഞാൻ എടുക്കേണ്ടി വരുന്നുണ്ട്. അതാ തുടക്കത്തിലുള്ളൂ. ആദ്യത്തെ ഒരു 2 മാസം 3 മാസത്തിന്റെ കാര്യമുള്ളൂ. പിന്നെ അത് പാർട്ട് ഓഫ് റൂട്ടീൻ ആയിക്കോളും. ഓക്കെ, അപ്പൊ എന്തായാലും കൂടുതൽ കമ്പനികൾ അങ്ങനെ ആവുമെന്നാണ് ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത്. ചിലപ്പോൾ ഞങ്ങളുടെ കമ്പനി അങ്ങനെ ആയേക്കാം. ഇപ്പൊ വേറെ 1-2 പേരെ കൂടി നമ്മൾ അസോസിയേറ്റ് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഈ പറഞ്ഞ സെൽഫ് ഡിസിപ്ലിൻ്റെ കാര്യമുണ്ട്. കാരണം ചിലപ്പോ അങ്ങ് ഉറങ്ങിപ്പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിരിക്കാം. അത് ആദ്യത്തെ ഒരു 1-2 മാസം ഇത്തിരി മെനക്കേട് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് യൂട്യൂബ് കാണാൻ. ജോലിയുടെ ഇടയിൽ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ അത് തന്നെ വരുന്നൊരു മാറ്റമാണ്. മാറ്റം വന്നോളും. കാരണം ജോലി ചെയ്തില്ലെങ്കിൽ നാളെ നമ്മൾ തന്നെയാണ് ഈ ജോലി ചെയ്യേണ്ടതെന്നുള്ള ഓർമ്മ കിടക്കൂല്ലോ. അതാണ് പേഴ്സണൽ എക്സ്പീരിയൻസ്. അതാണ്. ഓക്കെ ഓക്കെ അപ്പൊ അർജുൻ ആർക്കൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ ഒരുപാട് ചിത്രങ്ങളൊക്കെ വരച്ച ജിയോ സ്പേഷ്യൽ ഡാറ്റ അനലിസ്റ്റ് ആണല്ലോ. അപ്പൊ ഈ ജിയോ സ്പേഷ്യൽ ആപ്ലിക്കേഷനുകൾക്ക് റൂബിയാണോ പൈത്തണാണോ നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഏരിയ അല്ല, പക്ഷെ എന്റെ മനസ്സിലാക്കലിൽ അതിൽ കുറച്ച് ഫ്രണ്ട് എൻഡ് കാര്യങ്ങളും കൂടെ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത്തിരി ഒരു വിഷ്വൽ സാധനമാണ്. അപ്പം ബാക്ക് എൻഡ് കോഡിനെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് അവിടെ ഫ്രണ്ട് എൻഡ് ലൈബ്രറി ഏതാണെന്നുള്ളതും. ബാക്ക് എൻഡ് എനിക്ക് അറിയില്ലാത്ത മേഖലയാണ്. അപ്പം ഞാൻ ഉത്തരം പറയുന്നത് ശൂന്യതയിൽ നിന്ന് എടുത്ത് പറയുന്ന പോലെയാവും. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ അക്ഷയാണ് ചോദിച്ചിട്ടുള്ളത്. ടൈം മാനേജ്മെന്റിനുള്ള ടിപ്സോ ട്രിക്കോ ഉണ്ടോ? അപ്പൊ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് നിന്നും ടൈം എങ്ങനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാം? ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, വീട്ടിൽ നിന്ന് എന്നാൽ വീട്ടുകാരുടെ കൂടെ ഇരുന്ന് ആണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ വീട്ടുകാരും കൂടെ ഉണ്ടെങ്കിൽ, ആദ്യത്തെ കാര്യം ഒരു പ്രോപ്പർ ഷെഡ്യൂൾ അവരെ കൂടി ഒന്ന് മനസ്സിലാക്കിക്കുക. എന്ന് പറഞ്ഞാൽ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഞാൻ വർക്ക് ചെയ്യായിരിക്കും, വളരെ അത്യാവശ്യമുള്ള കാര്യമല്ലാതെ വേറൊന്നിനും എന്നെ വിളിച്ചാൽ കിട്ടില്ല. എന്ന് പറഞ്ഞാൽ ചായപ്പൊടി മേടിച്ചുകൊണ്ട് വാടാ എന്ന് പറയുന്നത് ഞാൻ ആ ഒരു പീക്ക് ടൈമിൽ പറയാതെ അത് കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെ പറയുക എന്നൊരു ആ ഒരു രീതിയിൽ, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വീട്ടുകാരുമായിട്ട് ഉണ്ടാക്കിയ കുറെ പ്രശ്നങ്ങളൊക്കെ തീരും. പിന്നെ ഒരു സ്ഥിരം ഷെഡ്യൂൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പം എല്ലാ ദിവസവും
ഇത്ര മണി മുതൽ ഇത്ര മണി വരെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. രാവിലെ 9 മണിക്ക് വൈകുന്നേരം 5 തീർക്കണം എന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഉച്ച മുതൽ രാത്രി വരെയാണ് നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന സമയമെങ്കിൽ അപ്പൊ ചെയ്താൽ മതി. പക്ഷെ എല്ലാ ദിവസവും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയാൽ പതുക്കെ പതുക്കെ അതിനെപ്പറ്റി ചിന്തിക്കണ്ട എന്നുള്ളൊരവസ്ഥ വരും. അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് നടന്നോളും. പിന്നെ ഈ പറഞ്ഞ പോലെ ബാക്കി എല്ലാത്തിനും പോലെ ഒരു ഇത്തിരി പ്ലാനിങ് നല്ലതാ. വീക്കെൻഡുകൾ അല്ലെങ്കിൽ ഫ്രൈഡേസ് ഒക്കെ എങ്ങനെയായിരിക്കണം, വീക്കെൻഡിൽ എന്താണ് ചെയ്യേണ്ടത്, ഹൗ ടു സെപ്പറേറ്റ് യുവർ വർക്ക് ഫ്രം യുവർ ലൈഫ്, അത് ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പം എന്റെ പേഴ്സണൽ കാര്യത്തിൽ എന്റെ വർക്ക് അല്ലാത്ത സമയവും മിക്കതും കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ തന്നെയാണ്. അപ്പം ആ ഒരു ഡിസ്റ്റിങ്ഷൻ ഭയങ്കര എളുപ്പമൊന്നുമല്ല. ജോലി എപ്പോൾ തീരുന്നു, അത് കഴിഞ്ഞിട്ടുള്ള ജീവിതം എപ്പോൾ തുടങ്ങുന്നു എന്നുള്ളത്. പക്ഷെ വേറെ ആൾക്കാർക്ക് വേറെ ഹോബിയൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ വീക്കെൻഡില് കമ്പ്യൂട്ടർ തൊടാത്ത കൂട്ടുകാർ എനിക്കുണ്ട്. സിസ്റ്റം ഓൺ ആക്കുകയില്ല. കാരണം വീക്കെൻഡ് അവർക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ള ഇതാണ്. അപ്പം എന്റെ ടൈം മാനേജ്മെന്റ് ടിപ്പ് ഇതാണ്. വീട്ടുകാരോട് ഒരു ബേസിക് അവയർനെസ്, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഞാൻ ജോലി ചെയ്യായിരിക്കും, അത്യാവശ്യത്തിന് വിളിക്കുന്നില്ല, പക്ഷെ ഇങ്ങനെയാണ് ഞാൻ ഇത് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കിക്കുക. പിന്നെ ഒരു റെഗുലർ ഷെഡ്യൂൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പൊ ഏത് സമയമാണ് ഇപ്പോ സാധാരണ വർക്ക് ചെയ്യുന്ന ടൈം? ഞാൻ നോർമലി രാവിലെ നേരത്തെ എണീക്കുന്ന പരിപാടി ഇല്ലാത്തത് കൊണ്ട് ഉച്ച മുതൽ രാത്രി വരെയാണ് ഞാൻ വർക്ക് ചെയ്യാറ്. പക്ഷെ ഞാൻ അത് പതുക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പൊ എന്താ പോലെ ബാക്കിയുള്ളവർക്കും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സമയം വേണം. വൈകുന്നേരമായിരിക്കും വീട്ടുകാർക്ക് എന്നെ ആവശ്യം ഉണ്ടാവുക. അപ്പം പതുക്കെ പതുക്കെ അതൊരു എന്താണ്, സൂര്യനെ പിന്തുടരുന്ന രീതിയിലേക്ക് മാറിയ 9 to 5 ആക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇത്രയോട് എളുപ്പമായിരിക്കും. പക്ഷെ അത് ഫ്ലെക്സിബിൾ ആണ്. എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം US-ലുള്ള ആരോടെങ്കിലും സംസാരിക്കണമെങ്കിൽ ഒരു ദിവസം ഒരു അരമണിക്കൂർ കൂടുതൽ ഇരുന്നാൽ അതങ്ങ് തീരുമെങ്കിൽ അതൊക്കെ ചെയ്യാം. അത്ര റിജിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഒന്നുമല്ല. പക്ഷെ ഇപ്പൊ ഒരു ഏകദേശം ഒരു ഐഡിയ, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ വർക്ക് ചെയ്യുക നോർമലി, അത് മെയിൻറ്റെയിൻ ചെയ്യാം. ഞാൻ ഉച്ച മുതൽ രാത്രി വരെയാണ് ഇപ്പൊ ചെയ്യണത്. ഭാവിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അയക്കുമായിരിക്കും. അപ്പൊ ഈ വർക്ക് ചെയ്യുമ്പോ എന്ന് പറയുമ്പോ കമ്പനിയായിട്ട് ഇങ്ങനെ അഗ്രിമെന്റ്, അതായത് ഇന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്ര സമയം വർക്ക് ചെയ്തിരിക്കണം എന്നാണോ, അതോ ഇന്ന വർക്ക് തീർത്തിരിക്കണം എന്നാണോ, എങ്ങനെയാണ് ഇത്? അപ്പം ഇന്ത്യയിലെ കമ്പനികളൊക്കെ എഴുതുന്ന ഒരു സ്റ്റാൻഡേർഡ് കോൺട്രാക്റ്റില് 40 മണിക്കൂർ ഒരാഴ്ച എന്നൊരു കോൺട്രാക്റ്റിന്റെ പുറത്ത് പറയും. ആഴ്ചയിൽ 5 ദിവസം 8 മണിക്കൂർ വെച്ച് 40 മണിക്കൂർ എന്നുള്ളത്. പക്ഷെ ഗിറ്റ് ലാബിന്റെ പോളിസി അനുസരിച്ച് വർക്ക് തീർന്നാൽ മതി. എത്ര മണിക്കൂർ വർക്ക് ചെയ്തു എന്നുള്ളത് മെഷർ ചെയ്യുന്നില്ല. പക്ഷെ അത് മെഷർ ചെയ്യുന്ന കമ്പനികളുണ്ട്. എന്ന് പറഞ്ഞാൽ റിമോട്ട് കമ്പനികൾ ഇത് മെഷർ ചെയ്യുന്നവരുണ്ട്. അത് ഓരോ കമ്പനി അനുസരിച്ചിരിക്കും. പക്ഷെ ജനറലി വർക്ക് ഫ്രം ഹോമിന്റെ കൺസെപ്റ്റ് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി താഴേക്ക് പോകാണ്ടത് നോക്കുക എന്നുള്ളതാണ്. നിങ്ങളൊരു ഓഫീസിലാണെങ്കിൽ വർക്ക് ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന റിസൾട്ടിന്റെ അത്രയുമോ അല്ലെങ്കിൽ അതിൽ കൂടുതലുമോ ഉണ്ടാക്കണം വീട്ടിലിരിക്കുമ്പോൾ. അപ്പം അതാലോചിച്ചാൽ മതി. അത് കമ്പനി റൂൾ അനുസരിച്ച് മാറും കേട്ടോ. ഗിറ്റ് ലാബിന്റെ പോളിസി ഇതാണ്. എത്ര മണിക്കൂർ പണിയെടുത്തു എന്ന് നോക്കില്ല. അസൈൻ ചെയ്തേക്കണ വർക്ക് നിങ്ങളുടെ ഡ്യൂട്ടീസ് കവർ ആവുന്നുണ്ടോ എന്നേ നോക്കുകയുള്ളൂ. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. Doesn't GitLab have the primary repos? Are PRs accepted on both GitHub and GitLab? ക്വസ്റ്റ്യൻ ആണ് ക്ലിയർ ആയില്ല. ഓക്കെ, ഗിറ്റ് ലാബിന്റെ ഡെവലപ്മെന്റിന് ഗിറ്റ് ഗിറ്റ്ഹബിലും ഒരു കോപ്പി ഉണ്ട്. അവിടുത്തെ PR-കൾ അക്സെപ്റ്റ് ആവില്ല. കാരണം ഗിറ്റ് ലാബിന്റെ ഡെവലപ്മെന്റ് എല്ലാം നടക്കുന്നത് gitlab.com/gitlab-org/gitlab എന്ന അഡ്രസ്സിലാണ്. അപ്പം മെർജ് റിക്വസ്റ്റ് ഒക്കെ അയക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗിറ്റ് ലാബിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ അവിടെ തന്നെ ചെയ്യണം. പല പ്രൊജക്റ്റുകളും ഈ ഒരു കോപ്പിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഒരു ബാക്കപ്പ് പോലെ. ഇപ്പം SMC-ക്ക് ആയാൽ പോലും പ്രൈമറി ഡെവലപ്മെന്റ് ഒക്കെ ഗിറ്റ് ലാബിലാണ് നടക്കുന്നത്. പക്ഷെ ഇതെല്ലാം ഗിറ്റ് ഹബിലേക്ക് മെർജ് ചെയ്യപ്പെടുന്നുണ്ട്. ഓരോ പ്രൊജക്ടിന് തീരുമാനിക്കാം എവിടെയൊക്കെ അവര് റിക്വസ്റ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. SMC ബേസിക്കലി 2 സ്ഥലത്തും ഓക്കെ ആണ്. പക്ഷെ ഗിറ്റ് ലാബ് പ്രിഫർ ചെയ്യുന്നു, കാരണം എല്ലാ ഡെവലപ്മെന്റും അവിടെയാണ് നടക്കുന്നത്. ഗിറ്റ് ലാബ് ആസ് എ കമ്പനി, ആസ് എ പ്രൊഡക്റ്റ് കോൺട്രിബ്യൂഷൻസ് എല്ലാം gitlab.com
നമ്മളുടെ പ്രൈമറി റെപ്പോയിൽ തന്നെ വേണം. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ, ഒപ്പീനിയൻ അബൌട്ട് പേയിങ് ലോക്കൽ റേറ്റ്സ്. ഓക്കെ, വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതിലെ ഉത്തരം പറയുകയാണെങ്കിൽ ഒരു പ്രശ്നം ഞാൻ നോക്കുന്നത് ഒരു എംപ്ലോയിയുടെ വ്യൂ പോയിന്റിൽ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ശമ്പളം മേടിക്കുന്ന ഒരാളുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഇത് ആക്ച്വലി അത്ര സുഖമുള്ള പരിപാടിയല്ല. കാരണം എല്ലാവരും ചെയ്യുന്ന വർക്ക് സെയിം ആണെങ്കിൽ എല്ലാവർക്കും ഈക്വൽ പേ കൊടുക്കണ്ടേ എന്നുള്ളത്. പക്ഷേ അതിന്റെ ഒരു മാർക്കറ്റ് വൈസ് ചിന്തിച്ചാൽ, അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ലെവലിൽ നിന്ന് ചിന്തിച്ചാൽ ആൾക്കാരുടെ എഫേർട്ടിന് അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന വാല്യൂവിന് മാത്രമല്ല, അതിനെ ഇക്വേറ്റ് ചെയ്യാനല്ല ശമ്പളം. സുഖകരമായ ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു സാധനമാണ് ശമ്പളം എന്ന് ഇക്വേറ്റ് ചെയ്യുന്ന ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ സാൻ ഫ്രാൻസിസ്കോയിൽ താമസിക്കുന്ന ഒരാൾക്ക് ജീവിത ചെലവ് വളരെ കൂടുതലായതുകൊണ്ട് അതിന് തക്ക രീതിയിൽ അവിടെ ശമ്പളം കൊടുക്കുകയും അതേസമയം ലിവിങ് എക്സ്പെൻസ് കുറവുള്ള ഒരു സ്ഥലത്ത് അവിടുത്തെ ലോക്കൽ മാർക്കറ്റിൽ അവിടുത്തെ എക്കോണമിയിൽ സർവൈവ് ചെയ്യുന്ന രീതിയിലുള്ള ശമ്പളം കൊടുക്കുക എന്നുള്ള ആർഗ്യുമെന്റും ഉണ്ട്. പേഴ്സണലി എന്റെ എക്സ്പീരിയൻസ് വെച്ച് ലോക്കൽ മാർക്കറ്റ് റേറ്റ് ശമ്പളം കൊടുക്കുന്ന കമ്പനികളുടെ ലോക്കൽ മാർക്കറ്റ് റേറ്റ് കമ്പയർഡ് ടു ഇന്ത്യൻ കമ്പനീസ്, ഇപ്പം ഇന്ത്യയിൽ റിമോട്ടായിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനികൾ, റിമോട്ട് എംപ്ലോയീസ് ഉള്ള കമ്പനീസ് എല്ലാം ഇന്ത്യയിലെ നിങ്ങളുടെ യൂഷ്വൽ കമ്പനികളുടെ സാലറി റേഞ്ചിനേക്കാളും കൂടുതൽ തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പം ബിഗ് 4 കമ്പനീസ്, നമ്മുടെ യൂഷ്വൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് കമ്പനികൾ കൊടുക്കുന്ന ശമ്പളം വെച്ച് നോക്കുമ്പോൾ ഞാൻ കണ്ടേക്കുന്ന റിമോട്ട് കമ്പനികളെല്ലാം അത് കൂടുതൽ തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷെ അത് US റേറ്റ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറവാണ്. നമ്മുടെ 4 ഇരട്ടിയൊക്കെയാണ് സാൻ ഫ്രാൻസിസ്കോയില് എക്സ്പെൻസ് വരുന്നത്. പക്ഷെ ഇതിന് വേറൊരു ഗുണം അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് അവര് പറയുന്നത് കമ്പനിക്ക് എപ്പോഴും ഹയർ ചെയ്യാൻ താല്പര്യം ഇത്തിരിയോടെ എക്സ്പെൻസ് കുറവുള്ള സ്ഥലത്ത് നിന്നായിരിക്കും. കാരണം ടാലന്റ് ബേസ്ഡ് ആണ് ഹയറിംഗ് എങ്കിൽ പോലും ഒരേ ടാലന്റ് ഉള്ള സെയിം ലെവൽ ഓഫ് ടാലന്റ് ഉള്ള 2 പേര്, ഒരാൾ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നും ഒരാൾ കൊച്ചിയിൽ നിന്നും ആണെങ്കിൽ കൊച്ചിയിൽ നിന്ന് ഹയർ ചെയ്യാൻ സാധ്യത കൂടുതലുള്ള കമ്പനികളുണ്ട്. കാരണം ചെലവ് അത്രയും കുറവാണ്. അപ്പം അങ്ങനത്തെ അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട്. ഇത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉത്തരം പറയാൻ പറ്റിയ ചോദ്യമല്ല. കാരണം 2 സൈഡിലും വാലിഡ് ആർഗ്യുമെന്റ്സ് ഉള്ള പ്രശ്നമാണ്. ലോക്കൽ മാർക്കറ്റ് റേറ്റ് കൊടുക്കുന്നത്, ലോക്കൽ മാർക്കറ്റ് റേറ്റ് തരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജുകൾ വേറെ കുറെ ഉണ്ട്. യു ഡോണ്ട് ഹാവ് ടു മൂവ് ടു എ ന്യൂ സിറ്റി. ഒരു പുതിയ സ്ഥലത്തേക്ക് നിങ്ങൾ പോവണ്ട, നിങ്ങൾക്ക് ഡെയിലി ഉള്ള യാത്രയുടെ ചെലവില്ല, അങ്ങനത്തെ കുറെ എക്സ്പെൻസുകൾ. ഇപ്പം നിങ്ങൾക്ക് ഒരു ജോലി കിട്ടി, സാൻ ഫ്രാൻസിസ്കോയിലാണ് ജോലി കിട്ടിയതെങ്കിൽ നിങ്ങൾ കൂടും കുടുക്കി എടുത്ത് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് മാറിയാൽ മാത്രമേ അത്രയും വലിയ ശമ്പളം കിട്ടുകയുള്ളൂ. ഇവിടെ പക്ഷെ ലോക്കൽ മാർക്കറ്റ് റേറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. ആ ഒരു എക്സ്പെൻസുകൾ കുറെ കുറയുന്നുണ്ട്. അതുകൊണ്ട് ലോക്കൽ മാർക്കറ്റ് റേറ്റ് ലോജിക്കലി നല്ലതാണ് എന്നുള്ള ഒരു ആർഗ്യുമെന്റ് ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാനും വേറൊരാളും ഒരേ ജോലി ചെയ്യുന്നു, ഒരേ വാല്യൂ കമ്പനിയിലേക്ക് ബ്രിങ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് 2 ശമ്പളം തരുന്നതിന്റെ അത് ഇപ്പുറത്തെ സൈഡിലെ ആർഗ്യുമെന്റ്. അപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉത്തരം ഇല്ല. എന്റെ നിലവിലുള്ള കാഴ്ചപ്പാട് ഐ അണ്ടർസ്റ്റാൻഡ് ബോത്ത് ദി പോയിന്റ്സ്. എനിക്കിത് ഈ 2 ആർഗ്യുമെന്റ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആസ് ആൻ എംപ്ലോയി കൂടുതൽ ശമ്പളം കിട്ടുന്നത് നല്ലത് എന്നല്ലേ ഞാനും പറയുള്ളൂ. കാരണം പക്ഷെ ഇതാണ്, ഒരു എംപ്ലോയർ എന്ന രീതിയിൽ ദിവസം അവസാനിക്കുമ്പോൾ എല്ലാ കമ്പനിയും ലാഭം ഉണ്ടാക്കാനുള്ള കമ്പനിയാണ്. അപ്പം എക്സ്പെൻസ് എവിടെയൊക്കെ കുറയ്ക്കാൻ പറ്റുന്നോ, എങ്ങനെയൊക്കെ കുറയ്ക്കാൻ പറ്റുന്നോ അത് അവർ ചെയ്തിരിക്കും. അത് നോർമലാണ്. എത്തിക്കലാണോ എന്നുള്ള ചോദ്യം ഗ്രേ ഏരിയ. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ, ഹൗ ഡു യു മാനേജ് വെൻ യു ഹിറ്റ് എ ബംപ്? എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അത് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഓഫീസിലാണെങ്കിൽ മറ്റുള്ളവരോട് സംസാരിച്ച് തീർക്കാം, എങ്കിൽ റിമോട്ട് ആകുമ്പോൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? റിമോട്ട് ആണെങ്കിലും മറ്റുള്ളവരോട് സംസാരിച്ച് തന്നെയാണ് തീർക്കുന്നത്. ഇപ്പം എന്റെ ടൈം സോണിലുള്ള ആരെങ്കിലും ഓൺലൈൻ ആണെങ്കിൽ ഇങ്ങനത്തെ അവസരങ്ങളിലൊക്കെയാണ് ചാറ്റും വീഡിയോ കോളും ഒക്കെ പെട്ടെന്ന് ഉപകാരപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ
നമുക്ക് പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്കിപ്പോ എന്റെ ടൈം സോണിൽ ഈ ഒരു സ്ഥലത്ത് നിന്ന് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് കാര്യം ചോദിക്കാം, അല്ലെങ്കിൽ സ്ലാക്കിൽ ചാറ്റ് ചെയ്ത് കാര്യം ചോദിക്കാം. ഒറ്റയ്ക്കായി പോയി എന്നുള്ള ഒരു ഫീലിംഗ് നിലവിൽ വരില്ല. കാരണം ഇന്റർനെറ്റ് വഴി നമ്മളെല്ലാവരും അത്യാവശ്യം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അങ്ങനെ ഒരു ഒറ്റയ്ക്ക് മാനേജ് ചെയ്യേണ്ടി വരിക എന്നൊരു പ്രശ്നമില്ല. നോർമലി ഒരു ടീം ഉണ്ടായിരിക്കും. ഇപ്പം എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ ടീമൊക്കെ ആണെങ്കിൽ GitLab.com വർക്ക് ചെയ്യും, പ്രശ്നമില്ലാതെ വർക്ക് ചെയ്ത് നോക്കാനാണെങ്കിൽ ഒരു ടീം ഉണ്ടാവും, 2-3 പേരുണ്ടായിരിക്കും പെട്ടെന്ന് കാര്യങ്ങൾ നോക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂട്ടായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നോക്കാനൊക്കെ ഒരു ടീം ഉണ്ടായിരിക്കും. അപ്പം മാനേജ് ചെയ്യാൻ വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ ഇതൊരു ഹാബിറ്റ് ആവാനുള്ള വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരാളെ ചാറ്റ് ചെയ്ത് ചോദിക്കാം അല്ലെങ്കിൽ ഒരു വീഡിയോ കോൾ ചെയ്യാമെന്നുള്ളത് എന്താണ് ഒരു ഇൻഹിബിഷൻ നമുക്ക് വരും. അത് പക്ഷെ പതുക്കെ മാറുന്നൊരു സാധനമാണ്. ഒരാളോട് പോയി സഹായം ചോദിക്കുന്ന പോലെ തന്നെ ഒരാളെ ചാറ്റിൽ വിളിച്ചിട്ട് ഹേ ആർ യു ഓൺലൈൻ എന്ന് ചോദിക്കാൻ ആദ്യമൊക്കെ ചമ്മല് കാണും, പക്ഷെ പിന്നെ അതങ്ങ് ശീലമായിക്കോളും. അല്ല, ഇപ്പൊ ഇതിനോട് കൂടെ ഇപ്പൊ തന്നെ കൂടെ ചോദിക്കുന്ന ചോദ്യമാണ് തന്നെ ചോദിച്ചാണ്. അപ്പോ നേരിട്ട് സംസാരിക്കുന്ന ഒരു ഫീല് അല്ലെങ്കിൽ ആ ഒരു സംഗതി എഫക്റ്റീവ്നെസ് ഒരു കോളിൽ കിട്ടുമെന്ന്? അത് ആക്ച്വലി ഓരോരുത്തരെയും അനുസരിച്ചിരിക്കും. എനിക്ക് നേരിട്ട് അറിയാവുന്ന എന്റെ കൂട്ടുകാരെക്കാളും കൂടുതൽ എനിക്ക് ഡീറ്റെയിൽസ് അറിയാവുന്ന എന്റെ കൊളീഗ്സ് ഉണ്ട്. അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന എന്റെ കൊളീഗ്സ്, ആളുടെ വിശേഷങ്ങളും വിവരങ്ങളും എനിക്ക് എന്റെ കൂടെ പഠിച്ച കൂട്ടുകാരുടെ വിശേഷങ്ങളെക്കാളും കൂടുതൽ എനിക്കറിയാം. അപ്പം അതിനങ്ങനെ ഒരു ഇക്വേഷൻ ഒന്നുമില്ല. വീഡിയോ കോള് വഴി നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്, അത്ര ആത്മബന്ധമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് പേഴ്സൺ. നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾ ആരുടെ കൂടെയാണ് സംസാരിക്കുന്നതെന്നനുസരിച്ചിരിക്കും. പിന്നെ ഇത് എത്ര കോമൺ ആയിട്ടുള്ള പരിപാടിയാണെന്നിരിക്കും. ഇപ്പം GitLabലൊക്കെ എന്റെ കമ്പനിയിലൊക്കെ കോഫി ബ്രേക്ക് കോളുകൾ എന്ന് പറയുന്നത് ഒരു കോമൺ പരിപാടിയാണ്. ചുമ്മാ എന്തെങ്കിലും സംസാരിക്കാനായിട്ട് വേറൊരാളുമായിട്ടൊരു മീറ്റിംഗ് വയ്ക്കും. വീട്ടുവിശേഷം അല്ലെങ്കിൽ ഇന്നലെ കണ്ട സിനിമയുടെ കഥയോ കഴിഞ്ഞ ആഴ്ച ടൂർ പോയ സ്ഥലത്തിനെ പറ്റിയൊക്കെ സംസാരിക്കാനായിരിക്കും. അപ്പം ഇന്ന് ഞാനിപ്പം ഈ ലൈവ് വരുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് എൻ്റെ ഒരു കൊളീഗ്, ഒരു ഇന്ത്യൻ ഒറിജിൻ ഉള്ള ഒരു പുള്ളി, അമേരിക്കക്കാരനാണ്, ആളുമായിട്ടൊരു ഇതേപോലെ ഒരു കോഫി ബ്രേക്ക് കോൾ ഉണ്ടായിരുന്നു. വേറെ കാര്യമൊന്നുമില്ല, വീട്ടുവിശേഷം ചോദിക്കാനും എന്തൊക്കെയാണ് ഹോബീസ്, ഇതിനെ പറ്റിയൊക്കെയാണ് ഞങ്ങൾ സംസാരിച്ചത്. അപ്പം അതൊരു കോമൺ പ്രാക്ടീസായി. ഈ വീഡിയോ കോൾ എന്ന് പറയുന്നത് കോട്ടിട്ട് ടൈയും കെട്ടി വന്നിരുന്ന് വാർത്ത വായിക്കുന്ന പോലെയുള്ള ഒരു പരിപാടി അല്ല. റെഗുലർ പ്രോസസ്സിന്റെ ഭാഗമായി തീർന്ന ഇത് നോർമലാണ്. നേരിട്ട് സംസാരിക്കുന്ന പോലെ തന്നെ നമുക്ക് വീഡിയോ കോളിലും സംസാരിക്കാൻ പറ്റും. പക്ഷെ അതാവാൻ ഫ്രം ഡേ വൺ ഇതൊന്നും സംഭവിക്കില്ല, അപ്പൊ അതൊക്കെ ചെയ്ത് തന്നെ ആവുള്ളൂ. അല്ല, ഇനിയിപ്പോ അത് ശീലാവുമല്ലോ. കാരണം കൊറോണ വന്നതുകൊണ്ട് എല്ലാരും വീഡിയോ കോളിലേക്കും വീഡിയോ കോൺഫറൻസും ക്ലാസ് ഒക്കെ മാറി കഴിഞ്ഞല്ലോ അവിടെ. അപ്പൊ അത് എഫക്റ്റീവ് ആയിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്ന സംശയമൊക്കെ മാറി. ഓക്കെ, മറ്റൊരു സനൂപേട്ടൻ വിടാൻ ഉദ്ദേശമില്ല. മറ്റേ ലോക്കൽ പേന്റെ കാര്യം ചോദിച്ചതിന് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോ ഒരാള് എക്സ്പെൻസീവ് പ്ലേസിൽ നിന്ന് ചീപ്പ് പ്ലേസിലേക്ക് മാറുക അല്ലെങ്കിൽ നേരെ തിരിച്ചുണ്ടാവുമ്പോൾ ഈ പറഞ്ഞ സാലറിയിൽ ആ സാലറി വ്യത്യാസം അവിടെ ബാധിക്കും എന്നുള്ള? ബാധിക്കും എന്ന് പറഞ്ഞാൽ GitLabന്റെ കാര്യമാണെങ്കിൽ GitLabന്റെ ഇത് ബാധിക്കും. നിങ്ങൾക്ക് എക്സ്പെൻസീവ് പ്ലേസിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്കഷൻ നടക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാനേജറുമായിട്ട് അല്ലെങ്കിൽ ഫിനാൻസ് ടീമുമായിട്ട് ഒരു ഡിസ്കഷൻ നടക്കണം. എന്നിട്ട് പുതിയ സ്ഥലത്ത് നിങ്ങൾക്ക് അത്ര സാലറി തരാൻ കമ്പനി റെഡി ആണെങ്കിൽ മാത്രമേ ജോബ് കണ്ടിന്യൂവേഷൻ ഉണ്ടാവുള്ളൂ. കാരണം നോർമൽ രീതി പോലെ നിങ്ങൾക്ക് വേറെ സ്ഥലത്തേക്ക് മാറുമെങ്കിൽ അവിടുത്തെ ലോക്കൽ മാർക്കറ്റ് റേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ശമ്പളം തരിക. പക്ഷേ വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഒരു ഫാമിലി ആയിട്ടൊക്കെ നിൽക്കുന്നവര്, ഓൾറെഡി റൂട്ടുകളൊക്കെ ഉള്ളവർക്ക് ഈ മാറാണ്ടിരിക്കുന്നതാണ് എളുപ്പം. എന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി സെറ്റിൽഡ് ആയിട്ടുള്ളവർക്ക് ഒരു പുതിയ ജോലിക്ക് വേണ്ടി ഇവിടെ നിന്ന് ബോംബെ പോയാലേ പുതിയ ജോലി കിട്ടൂ എന്നത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഈ റിമോട്ട് വർക്കിംഗ് ആണ് സുഖം. കാരണം അവരുടെ ബാക്കി എല്ലാവരും ഇവിടെയാണ്. ഇപ്പൊ കുട്ടികൾ പഠിക്കുന്നത് ഇവിടെയായിരിക്കും,
ലൈഫ് പാർട്ട്ണർക്ക് ജോലി എവിടെയായിരിക്കും. അപ്പം ഒരു നോർമൽ കേസിൽ ഒരു ട്രാൻസ്ഫർ വരിക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പിഴുതെടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ട് പ്ലേസ് ചെയ്യേണ്ട ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇവിടെ അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല എന്നാണ് ലോക്കൽ മാർക്കറ്റ് പേയ്മെന്റിന്റെ ആർഗ്യുമെന്റ്. അപ്പം ചോദ്യത്തിന്റെ ഉത്തരം സാലറി ചേഞ്ച് ഉണ്ടായിരിക്കും. ഒരു ലോ പേയിങ് ഏരിയയിലേക്ക് മാറുകയാണെങ്കിൽ അതനുസരിച്ച് സാലറി കുറയും. ഹൈ പേയിങ് ഏരിയയിലേക്ക് മാറുകയാണ്, കമ്പനിക്ക് അത് ഓക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് സാലറി കൂടുകയും ചെയ്യും. ഗിറ്റ് ലാബിൽ പിന്നെയുള്ള ഒരു ഓപ്ഷൻ, ഒരു കൊല്ലം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെതർലൻഡ്സിലേക്ക് മാറാൻ വേണമെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. നെതർലൻഡ്സിലാണ് കമ്പനി തുടങ്ങിയത്, അപ്പൊ അതിന്റെ ഒരു സ്നേഹം അവർക്ക് നെതർലൻഡ്സിനോടുണ്ട്. അപ്പം നെതർലൻഡ്സിലേക്ക് മാറാൻ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലാത്ത പക്ഷം ലോക്കൽ മാർക്കറ്റ് പുതിയ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ കൊച്ചിന്ന് ആലപ്പുഴയിലേക്ക് മാറിയാലൊന്നും മാറ്റം വരില്ല. പക്ഷെ ഞാൻ കൊച്ചിന്ന് ബോംബെയിലേക്ക് മാറുമ്പോൾ ഞാൻ ഒരു മെട്രോ റീജിയൻ മാറി, അപ്പം എന്റെ സാലറിയിൽ മാറ്റം വരും. അതേപോലെയാണ് ഇപ്പം യൂറോപ്പിലുള്ള ഒരാൾ അമേരിക്കയിലേക്ക് മാറിയ സാലറിയിൽ മാറ്റം വരും. അതുപോലെ അത്രയും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു റീലൊക്കേഷൻ ആണെങ്കിൽ സാലറി ചേഞ്ച് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഏറെക്കുറെ 1.5 മണിക്കൂറായി കഴിഞ്ഞു. അപ്പോൾ 1-2 ചോദ്യത്തിനെ കുറിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മളിപ്പോൾ SMCനെ കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ SMCയിൽ അതുപോലെ വിക്കി സോഴ്സിലൊക്കെ കുറച്ച് ഇടപെടൽ നടത്തി. അപ്പോൾ SMCയിലെയും അതുപോലെ തന്നെ വിക്കിയിലേക്ക് ഇടപെടലിനെ കുറിച്ച് ഒന്ന് പറയാം. ഞാൻ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് എൻ്റെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സ്വതന്ത്ര വിജ്ഞാനം ഇൻട്രൊഡക്ഷൻ വിക്കിയിലേക്കായിരുന്നു. അത് വിക്കി ഗ്രന്ഥശാലയിലേക്കായിരുന്നു. എനിക്ക് പുസ്തകം വായിക്കാനൊക്കെ ഇഷ്ടമായത് കൊണ്ട് ഞാൻ ഫേസ്ബുക്കിലോ എവിടെയോ കണ്ടു ഐതിഹ്യമാല ഓൺലൈനായിട്ട് അവൈലബിൾ ആക്കുന്നുണ്ട് ആൾക്കാർന്ന്. ഞാൻ പോയി സന്തോഷ് ചേട്ടന്റെ ഫേസ്ബുക്ക് പേജിലോ അക്കൗണ്ടിലോ എന്തോ ആണ് ഞാൻ ചെന്ന് കമന്റ് ചെയ്തു ഇതിൽ ഭാഗമാകണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ മൂപ്പരാണ് ഓക്കെ വിക്കി ഗ്രന്ഥശാല എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, അതിന്റെ ഭാഗമായിട്ട് ചെയ്തതാണെന്നും പറഞ്ഞ് ലിങ്ക് തന്നത്. അപ്പം അവിടെ ചെന്ന് നോക്കിയപ്പോ അപ്പൊ എന്റെ കയ്യിലുള്ള ടെക്നിക്കൽ സ്കില്ല് വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണത്. മലയാളം ടൈപ്പ് ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ മതി, വേറെ ടെക്നോളജിക്കലി അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടോ വേറൊന്നും അറിയേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെയാണ് അവിടെ ചെന്ന് അത് കോൺട്രിബ്യൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒന്ന് റെഗുലർ ആയിട്ട് വളരെ ആക്റ്റീവ് ആയിരുന്നു ഗ്രന്ഥശാലയ്ക്ക് എന്ന്. ഇപ്പം കുമാരനാശാൻ, സമ്പൂർണ്ണം, വള്ളത്തോള്, ഉള്ളൂര് ഇവരുടെയൊക്കെ കംപ്ലീറ്റ് വർക്ക് ഡീറ്റെയിൽസ് ചെയ്യുന്ന ഇതൊക്കെയായിരുന്നു. ITH സ്കൂളില് വഴി കുട്ടികളെ കൊണ്ട് മത്സരങ്ങൾ നടത്തിക്കുന്നു. അപ്പം ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അപ്പം അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പം അവിടെ ചെന്നപ്പം അവിടെ ഇപ്പൊ SMCയിൽ കോമൺ ആയിട്ടുള്ള കുറെ ആൾക്കാർ അവിടെയുണ്ട്. മനോജ് കരിങ്ങാവിളത്തിന്, മനോജ്, ഋഷി, ഇവരൊക്കെ പറഞ്ഞപ്പം ഓക്കെ SMC എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ ഭാഷാപരമായും അതേസമയം കുറച്ചുകൂടെ ടെക്നിക്കൽ സൈഡിൽ നിൽക്കുന്ന കുറച്ച് ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആണെന്നും പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ SMC ചെന്നപ്പം ഓക്കെ SMC എനിക്ക് വളരെ ഒരേ വേവ് ലെങ്ത്തിൽ പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ടെക്നിക്കലാണ്, അതേസമയം ഭാഷ ബേസ്ഡ് ഒരു ഭാഷയുടെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു കമ്മ്യൂണിറ്റിയാണ്. എനിക്ക് താല്പര്യമുള്ള 2 മേഖലകളിലാണ്. അപ്പൊ അങ്ങനെയാണ് SMCയിൽ ആക്റ്റീവ് ആവുന്നത്. SMCയിൽ ആദ്യമൊക്കെ മെയിലിംഗ് ലിസ്റ്റിൽ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുക, ആരെങ്കിലും സംശയം ചോദിക്കുമ്പോൾ നമുക്കറിയാവുന്ന ഉത്തരവൊക്കെ പറഞ്ഞു കൊടുക്കുക. പിന്നെ SMCയുടെ കുറച്ച് റിയൽ ലൈഫ് മീറ്റിങ്ങുകളൊക്കെ നടന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷം, സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേയും അതേപോലെ SMCയുടെ ഒരു 12 കൊല്ലമായപ്പോഴുള്ള പരിപാടിയൊക്കെ കണ്ട ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി. പിന്നെ അതിന്റെ ഭാഗമായിട്ട് ഗൂഗിൾ സമ്മർ ഓഫ് കോഡ് ചെയ്തു. SMCയുടെ കീഴില് ഒരു മലയാള സ്പെൽ ചെക്കർ, ഒരു റൂൾ ബേസ്ഡ് സ്പെൽ ചെക്കർ ആയിരുന്നു, അത് ചെയ്തു. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പം ഇതൊരു വിൻഡോ ആണ്, ഒരു ഇത്തിരി വലിയ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ലോകത്തേക്കുള്ള വിൻഡോ ആയിരുന്നു. ഫ്രീ സോഫ്റ്റ്വെയർ കമ്മ്യൂണിറ്റി ഓഫ് ഇന്ത്യ ഒക്കെ അതിലെ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടത് ഈ ഒരു കോണ്ടാക്ട് വഴിയാണ്. അപ്പം ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ജേർണി എസെൻഷ്യലി അങ്ങനെയായിരുന്നു. ആദ്യം വിക്കിപീഡിയക്കാരും കൊണ്ട് ഞാൻ ഗ്രന്ഥശാലയിലായിരുന്നു. പക്ഷെ ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു ഫ്രീ നോളജിന്റെ കൺസെപ്റ്റ് വഴിയാണ് തുടങ്ങിയത്. പിന്നെ അവിടെ നിന്ന് ഭാഷയും ടെക്നോളജിയും പിന്നെ പതുക്കെ അതിന്റെ ഒരു ആക്ടിവിസം, പൊളിറ്റിക്കൽ സൈഡിനെ പറ്റി, ഫിലോസഫിയെ പറ്റിയൊക്കെ ചിന്തിക്കുന്ന ഫ്രീ സോഫ്റ്റ്വെയർ കമ്മ്യൂണിറ്റി, പിന്നെ ഇത്തിലൂടെ ഫ്രീ സോഫ്റ്റ്വെയർ
കാര്യമായിട്ട് ചിന്തിക്കുന്ന ഡെബിയനും മോസില്ലയും പോലുള്ള പ്രൊജക്ടുകൾ. അപ്പം ഈ ഒരു രീതിയിലാണ് പ്രോഗ്രഷൻ. ഓരോ ലെവലിലും അപ്പൊ എന്റെ കയ്യിലുള്ള ടെക്നിക്കൽ സ്കില്ല് അല്ലെങ്കിൽ സ്കില്ല് എന്താണോ അത് വെച്ച് കാര്യം നടക്കുന്ന കമ്മ്യൂണിറ്റികൾ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഗ്രന്ഥശാലയായപ്പോ അങ്ങനെ SMC എത്തിയപ്പോ അത്യാവശ്യം പ്രോഗ്രാമിംഗ് ഒക്കെ അറിയാം, പൈത്തൺ കോഡൊക്കെ വായിക്കാനും എഴുതാനും ഒക്കെ അറിയാം. അപ്പൊ അതൊക്കെ ഫ്രീ സോഫ്റ്റ്വെയർ കമ്മ്യൂണിറ്റി എത്തിയപ്പം ഇത്തിരൂടെ എന്താണ് ഒരു ചിന്തിക്കുന്നത് ഫിലോസഫിയും ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ സൈഡും ആക്ടിവിസം സൈഡും ഒക്കെ ചിന്തിക്കുന്ന ഒരു ലെവലിലാണ് ഫ്രീ സോഫ്റ്റ്വെയർ കമ്മ്യൂണിറ്റിയിൽ എത്തിയത്. അപ്പൊ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഇത്തിരൂടെ ടെക്നിക്കൽ സൈഡായിട്ടാണ് ഡെബിയനും മോസില്ലയും ഒക്കെ വന്നത്. അപ്പം ആ ഒരു രീതിയിലായിരുന്നു പ്രോഗ്രസ്. അത് എനിക്ക് വളരെ കംഫർട്ടബിളും വളരെ വെൽക്കമിങ്ങും ആയിട്ടുള്ള ഒരു ഫ്ലോ ആയിരുന്നു അത്. ഓക്കെ, അപ്പോ ഒരുവിധം കാര്യങ്ങളും പ്രധാനമായിട്ടും സംസാരിച്ചത് വർക്ക് ഫ്രം ഹോമിന്റെ സംശയങ്ങളാണെന്ന് തോന്നുന്നു. കൂടുതൽ ആളുകൾക്കും അതായിരുന്നു ഇപ്പൊ ആവശ്യം. എന്തായാലും നമ്മൾ ഇതും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ കൂടുതൽ കമന്റ്സ് ഒന്നും പിന്നെ വന്നിട്ടില്ല. എന്തായാലും നമുക്ക് ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ച് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഇല്ല, ഇത്രയൊക്കെ ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതൽ ചോദിക്കണമെങ്കിൽ ഒന്നെങ്കിൽ എനിക്ക്, ഞാൻ ടെലിഗ്രാമിലും മെട്രിക്സിലും ഒക്കെ ആക്റ്റീവ് ആണ്, ചോദിക്കാം. അല്ലെങ്കിൽ mail@balasankar.in എന്ന ഇമെയിൽ ഐ ഡി ആണ്. ഇമെയിൽ അയച്ചാൽ ഇത്തിലൂടെ പെട്ടെന്നൊക്കെ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം ഇമെയിൽ അയക്കുക. ചോദ്യത്തിന് ഉത്തരം പറയാൻ അത്യാവശ്യം താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. അപ്പം ചോദ്യം ചോദിക്കാൻ മടിയൊന്നും വിചാരിക്കണ്ട. അതെ അതെ, ഞാൻ പൈത്തന്റെ പല സംശയങ്ങളും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും ഫ്രീ സോഫ്റ്റ്വെയർ കോൺടാക്ട്സ് കിട്ടുന്ന തന്നെ SMCയും അതുപോലെ തന്നെ ടെലിഗ്രാമിൽ വന്ന ഗ്രൂപ്പിന്റെ ഒക്കെ ഭാഗമായിട്ടാണ്. ഞാൻ ചാനൽ തുടങ്ങുമ്പോൾ ഒരിക്കലും ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ചാനലായിട്ട് തുടങ്ങിയതല്ല. പിന്നീട് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ എത്തിപ്പെട്ടത് കൊണ്ടാണ് കൂടുതൽ ചായവായി മാറിയത്. അപ്പൊ ഇത്തരം കമ്മ്യൂണിറ്റികൾക്കും കൂട്ടായ്മകൾക്കും ഇത്തരത്തിലൊരു വലിയൊരു പങ്ക് അതിലുണ്ട്. അപ്പൊ എന്തായാലും ഇന്ന് നമ്മളോട് സംസാരിച്ചത് ബാലശങ്കറാണ്. ബാലു എന്ന് ഞങ്ങൾ വിളിക്കുന്ന ബാലശങ്കറാണ്. എന്നെക്കാൾ ഒരു വയസ്സ് മാത്രമേ കൂടുതലുള്ളൂ. കണ്ട പ്രായമൊക്കെ തോന്നിയെങ്കിലും കൂടുതൽ പ്രായം എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഗിറ്റ് ലാബിൽ വർക്ക് എക്സ്പീരിയൻസ് ആണ് കൂടുതൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. നിങ്ങൾ ചോദിച്ചതും കൂടുതൽ അത് തന്നെയായിരുന്നു. അപ്പം എന്തായാലും ഈ കാലത്ത് കൂടുതൽ കമ്പനികൾ ആ രീതിയിലേക്ക് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ ടിപ്സുകളൊക്കെ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ ലൈവ് ഉണ്ടായിരിക്കില്ല, കാരണം വേറെ ടീമിന് ഞാൻ ഒരു അതിഥിയായിട്ട് പോകണം. അപ്പൊ അതുകൊണ്ട് നാളെ ലൈവ് ഇല്ല. അവർക്ക് ആ സമയത്ത് തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ മറ്റുള്ള ആളുകളെ സംഘടിപ്പിച്ച് ലൈവ് ഇനിയും കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ മറ്റൊരാളുമായിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ബൈ ബൈ.